പേര് ബിജു BK. നമ്മളെല്ലാവരും തന്നെ പല പല മേഖലകളിൽ അധ്വാനിച്ച് മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ എന്താണ് ഒരു ബിസിനസിന്റെ പ്രസക്തി എന്നൊരു ചോദ്യം വരും. നമ്മുടെ എല്ലാം ജീവിത ചെലവുകൾ ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഓരോ വർഷത്തിലും 35% മുകളിൽ മാറ്റം വരുന്നുണ്ട് എന്നാ കണക്ക്. കഴിഞ്ഞ വർഷം ഒരു കുടുംബം ഒരു 10,000 രൂപ കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ ഈ വർഷത്തിൽ ഇതേ മാസം അതേപോലെ ജീവിക്കണമെങ്കിൽ 13,500 വരുമാനം വർദ്ധിക്കണം. ഇത്ര കണ്ട് വരുമാന മേഖലകളിൽ ഏതെങ്കിലും മേഖലയിൽ വർദ്ധിക്കുന്നുണ്ടോ? വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വരുമാന മേഖലകൾ തന്നെ വളരെയധികം പ്രതിസന്ധിയിലാണ്. രാജ്യം അറിയപ്പെടുന്നത് കാർഷിക രാജ്യമാണ്. കൃഷിയുടെ അവസ്ഥ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കേരളത്തിനെ മാറ്റം ഉണ്ടാക്കിയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഡ്രീമൊക്കെ സെറ്റ് ചെയ്തത് ഗൾഫിൽ പോയിട്ടാണ്. ഗൾഫ് മേഖലയൊക്കെ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ ഒരു അധിക വരുമാനമോ പ്രധാന വരുമാനമോ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ, ഭൂരിഭാഗം ആളുകൾ അധിക വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. നിലവിലെ ജോലി ഉണ്ടായിട്ട് പോലും അത് ഒപ്പിക്കാൻ പറ്റുന്ന വിഷമങ്ങൾ നമുക്കറിയാം. അവിടെയാണ് ഈ സിസ്റ്റം, ഈ ആശയം നിങ്ങളെ സഹായിക്കും. അത് തുറന്ന മനസ്സോടെ കേട്ടേക്കാം. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലേ? ഇവിടെ ഒരു RS സക്സസ് അക്കാദമി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ISO അംഗീകാരം കിട്ടിയ സിസ്റ്റമാണ്. ഒരു സർവേ നടത്തി എന്താണ് ശരിക്കും സക്സസ് എന്താണെന്ന് ചോദിച്ചുകൊണ്ട്. ഈ സർവേയില് ഫസ്റ്റ് വിദ്യാർത്ഥികളോടാണ് ചോദ്യം ചോദിച്ചത്. വിദ്യാർത്ഥികൾ പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസം. പഠിക്കുന്ന സമയത്ത് പഠിച്ചോളണം, പിന്നീട് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മുമ്പൊക്കെ പറയായിരുന്നു ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു, എന്റെ പഠനം നിന്നു പോകാൻ കാരണം, സ്റ്റോപ്പാകാൻ കാരണം പ്രാരാബ്ദങ്ങളായിരുന്നു എന്ന്. പഠിക്കുന്ന ആളുകളുടെ പഠനം നിന്നു പോകാൻ കാരണം പ്രാരാബ്ദങ്ങളായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ആളായിട്ട് പോലും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പഠിച്ച ആളുകൾ ഒരു അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞ അഭിപ്രായം മാറി. അവർ പറഞ്ഞെന്താ? ഗെറ്റ് എ ബെറ്റർ ജോബ്, നല്ല ജോലി കിട്ടണം. ഇന്നെല്ലാവരും പഠിക്കുന്നതിൽ സ്മാർട്ടാ. മുമ്പൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം SLC ഒന്ന് കഴിഞ്ഞ് കിട്ടിയ ജോലിയായിരുന്നു. ഇന്ന് എല്ലാ A+. ജോലി കിട്ടുമെന്ന് വിചാരിക്കണ്ട. റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ഔട്ടായി പോകും. അവിടെ കൊച്ച് B.Ed കഴിഞ്ഞു ടീച്ചർ ആവാൻ ആഗ്രഹിച്ചു. പക്ഷെ 30-40 ലക്ഷം കൊടുത്താൽ പോലും ഒരു മാനേജ്മെന്റ് കോട്ടയിൽ സ്കൂൾ കയറണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. പിന്നെയാണ് പഠിപ്പിക്കൽ കാര്യങ്ങൾ. അവിടെ വീണ്ടും BSc എഴുതി അവസാനം കിട്ടിയത് പോലീസിൽ. പഠിച്ചതായിട്ടൊരു ബന്ധമില്ല. കിട്ടുന്ന ജോലിയിൽ സംതൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചു പോവുക ചെയ്യാറ്. ഗെറ്റ് എ ബെറ്റർ ജോബ്, നല്ല ജോലി കിട്ടിയ നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചു സർവേയിൽ എന്താണ് സക്സസ്. അവർ പറഞ്ഞ അഭിപ്രായം മാറി. അവർ പറഞ്ഞ ഹാപ്പി ഫാമിലി, കുടുംബം. ഇതൊക്കെ ശരിക്കും ജീവിത വിജയത്തിലേക്കുള്ള വഴികളല്ലേ? ഇതെല്ലാം വിജയിക്കണമെങ്കിൽ നമ്മുടെ പ്രധാന തടസ്സം എന്താ നമ്മുടെ ജീവിതത്തിൽ? അവിടെയാണ് ഈ സർവേയിൽ പങ്കെടുത്ത 60% ആളുകളും പറഞ്ഞത് വെൽത്ത് ക്രിയേഷൻ, പണം ഉണ്ടാക്കാൻ കഴിയണം. ഇപ്പൊ നമ്മുടെ പോക്കറ്റിലേക്ക് നമ്മൾ ക്യാഷ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ പോക്കറ്റിലേക്ക് പല വഴികളിലൂടെയാണ്. സർക്കാർ ജോലിക്കാരുണ്ടാവാം, പ്രൈവറ്റ് ജോലി ഉണ്ടാവാം, റിട്ടയർഡ് ആയ ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒന്ന് ഗൾഫ് മേഖലയായിരിക്കാം, കൃഷിയായിരിക്കാം, പല മേഖലയിലൂടെയാണ് വരുമാനം നമ്മൾ സമ്പാദിക്കുന്നത്. ഇവിടെയാണ് വെൽത്ത് ക്രിയേഷനെ പറ്റി ലോക സാമ്പത്തിക വിദഗ്ധൻ, അത് മാത്രമല്ല അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്, അമേരിക്കയുടെ 3 പ്രസിഡന്റുമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. ജോർജ് ബുഷിന്റെ അടക്കം, റോബർട്ട് ടി കിയോസാക്കി. ഇദ്ദേഹത്തെ ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റുപോയ ഒരു ബുക്കും കൂടിയാണ്. ഇദ്ദേഹം ആ ബുക്കിൽ പറയുന്നു, ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് വഴികളുണ്ട്. ആ വഴികളെ ഇദ്ദേഹം ഒരു 4 തിരിച്ചു, ഒരു ക്വാർട്ടറാക്കി മാറ്റി. അത് ഒരു വഴിയാണ് ജോലി, എംപ്ലോയീസ്. എല്ലാ ജോലിയും കേട്ടോ, സർക്കാർ ജോലി, പ്രൈവറ്റ് ജോലി, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന എല്ലാ കാറ്റഗറി ഇതിൽപ്പെടും. 2 സെൽഫ് എംപ്ലോയീസ് കാറ്റഗറി, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കറ്റുമാര്, ഡോക്ടർമാര്, ചെറുകിട കച്ചവടക്കാര്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന മേഖല, സെൽഫ് എംപ്ലോയീസ് കാറ്റഗറി. പിന്നെയാണ് ബിസിനസ് കാറ്റഗറി. ബിസിനസ് എന്ന് പറഞ്ഞാൽ കൊച്ചൗസേപ്പ് സാറ് മുതൽ അംബാനി, മലബാർ ഗോൾഡ്, കല്യാൺ ജ്വല്ലേഴ്സ് ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളുടെ സമയവും കഴിവും ഉപയോഗപ്പെടുത്തി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് എടുക്കുന്ന ആളുകൾ, അതാണ് ബിസിനസ് പീപ്പിൾ. പിന്നെയാണ് ഇൻവെസ്റ്റേഴ്സ്. ഇവരെന്നെ ബിസിനസ് ചെയ്യില്ല,
റണ്ണിങ് ബിസിനസ്സിൽ പൈസ ഇട്ട് പൈസ ഉണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്നറിയപ്പെടുന്നത് വാരൻ ബഫെയാണ്. ഇന്ത്യയിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് പേടിഎമ്മിലാണ്. ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇന്ത്യ രാജ്യത്ത് പേടിഎമ്മിലാണ് വാരൻ ബഫെ ഇൻവെസ്റ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ജനസംഖ്യ എടുത്തൊന്ന് കമ്പയർ ചെയ്യാം. ആ സമയത്ത് 95% ആളുകളും പണം ഉണ്ടാക്കുന്ന എവിടെയാന്ന് നോക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് നോക്കൂ. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലോ, ബിസിനസ് ആയിട്ടോ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ 5% ആളുകളെ ഉള്ളൂ. ഇവിടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ലോകത്തിലെ മൊത്തം പണം എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ 95% ആളുകളും കൈകാര്യം ചെയ്യുന്ന പണം എത്രയെന്ന് നോക്കിയാൽ പണത്തിന്റെ 5% കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ. റൈറ്റ് സൈഡിലോ മൊത്തം ജനസംഖ്യയിൽ 5% മാത്രമേ വരുള്ളൂ. പക്ഷേ പണത്തിന്റെ 95% ഇവരെ കൈകളില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ വർക്ക്? ഇൻഡിവിജ്വലാണ്. എത്ര മണിക്കൂറാണ് ശരിക്കും ലേബർ ടൈം? 8 മണിക്കൂർ. 8 മണിക്കൂർ ജോലിയാണ് കേട്ടോ. ശരിക്കും ജീവിതത്തിൽ 24 മണിക്കൂറിൽ ട്രാവലിംഗ് സമയം നോക്കുകയാണെങ്കിൽ പകുതി സമയം നമുക്ക് ജോബിന് വേണ്ടിയാണ് നമ്മൾ സമയം ചെലവാക്കുന്നത്. അവിടുത്തെ നമുക്കൊരു അധിക വരുമാനം വേണമെങ്കിൽ, ഞാൻ സാധാരണ ശ്രദ്ധിക്കാറ്, ഒരു ഫാമിലി 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. നന്നായിട്ട് ബെറ്റർ ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ടാവാം. അത് അധിക വരുമാനം വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓവർ ടൈം ഏറ്റവും കൂടുതൽ OT, അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗൾഫ് മേഖലയിലാണ് അല്ലെ. ഒരു ജോലി കഴിഞ്ഞ ശേഷം ഉള്ള സമയം വേറൊരു ജോലി അങ്ങനെ ഉപയോഗപ്പെടുത്തും. എൻ്റെ വീട്ടിലൊക്കെ സർക്കാർ ജോലി ഉണ്ടായിട്ട് പോലും ഹോസ്പിറ്റൽ പ്രശ്നത്തേക്ക് മേക്കപ്പ് ആക്കിയ തേങ്ങേനെ കൊണ്ടാണ്. തേങ്ങ എടുത്തോണ്ട് വിൽക്കും. അങ്ങനെ നമ്മളങ്ങനെ റോൾ ചെയ്ത് പോകും. എങ്ങനെയെങ്കിലൊക്കെ റോൾ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകും. ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിമിറ്റ് ഇൻകം ആണ് അല്ലെ. ആക്റ്റീവായി നിൽക്കണ്ടേ? 1,00,000 രൂപ ശമ്പളമുള്ള ആളാണെങ്കിൽ പോലും ആ മാസം എന്തെങ്കിലും ചെലവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ റോൾ ചെയ്ത് പോവുക ചെയ്യാം. ലിമിറ്റ് ഇൻകം ആണ്. ആക്റ്റീവായി നിൽക്കണ്ടേ? ആ ജോലി ലൈവ് ആവാൻ പറ്റുന്നില്ല. എന്താ പ്രയാസം? ഗൾഫായിരുന്നു, എന്തെങ്കിലും പ്രയാസം വന്നു, ഏത് ഗൾഫ് യുദ്ധമോ കോവിഡോ, ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് അസുഖമാണ്. ആരോഗ്യമില്ല. അവിടെ നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ 1 രൂപ പോലും വരുമാനം കിട്ടത്തില്ല. അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ വിഷമം. റൈറ്റ് സൈഡിൽ നോക്കൂ നിങ്ങൾ. ഒറ്റയ്ക്കല്ല അവരെ വർക്ക്, ടീം. ഇപ്പൊ മലബാർ ഗോൾഡ് അമ്മദക്ക ഞങ്ങളുടെ നാട്ടിലെ നടുവണ്ണൂര അമ്മദക്ക ജ്വല്ലറി തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയോ? ഷെയറൊക്കെ മേടിച്ചിട്ട് സ്ഥലവും വീടൊക്കെ വിറ്റിട്ടാണ് കോഴിക്കോട് ജ്വല്ലറി തുടങ്ങിയത്. രണ്ടാമത് തുടങ്ങിയ വടകരയാണ്. ഇപ്പം ഏകദേശം 500-ന്റെ അടുത്ത് ഷോറൂം ആയി കഴിഞ്ഞു. കഴിവുള്ള പിള്ളേരെ ക്യാമ്പസിൽ നിന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് പോസ്റ്റ് ചെയ്യും. അവരെ സമയവും കഴിവും അവരെ തലച്ചോറ് അല്ലെ. കടയുടെ എണ്ണം കൂട്ടി 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 വരുമാനം കൂടും. ടേൺ ഓവർ കൂടുമ്പോൾ വരുമാനം കൂടും. അത് സത്യമല്ലേ? നിങ്ങൾ ശരിക്കും പണം ഉണ്ടാക്കുന്ന ഇക്വേഷൻ ഉണ്ടാ. നമ്മൾ മാത്സിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് അല്ലെ. പണം ഉണ്ടാക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? എക്കണോമിക്കൽ പവർ കൂടണമെങ്കിൽ ഈസ് ഈക്വൽ ടു n², നമ്പർ ഓഫ് ഔട്ട്ലെറ്റ് സ്ക്വയർഡ്. ഷോപ്പിന്റെ എണ്ണം, കടയുടെ എണ്ണം കൂടണം. ഇപ്പൊ റിലയൻസിലേക്ക് നോക്കൂ. ട്രെൻഡ്സിന്റെ ഷോറൂം, റിലയൻസിന്റെ ഷോപ്പിംഗ് മാളുകൾ, റിലയൻസിന്റെ പെട്രോൾ പമ്പ്, ഇങ്ങനെ ഏകദേശം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും 4 ലക്ഷത്തിന്റെ മുകളിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന കണക്ക്. 4 ലക്ഷം തൊഴിലാളി അവന്റെ കുടുംബത്തിന് വേണ്ടി 8 മണിക്കൂർ വർക്ക് ചെയ്താൽ 4×8 32 ലക്ഷം മണിക്കൂർ ഒരു ദിവസം അംബാനി കിട്ടും. അതുകൊണ്ട് അംബാനിയുടെ വരുമാനമോ അൺലിമിറ്റഡ് ആണ്. ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അതതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? പാസീവ് ഇൻകം. നമ്മൾ 10 ദിവസം ജോലിയിൽ ലൈവ് അല്ലെങ്കിൽ ഇൻസെന്റീവ് ഉണ്ടാവൂല. ബേസിക് മാത്രം കൊണ്ട് തൃപ്തിപ്പെട്ടോളണം അല്ലെ. അതല്ലേ സത്യം. 1 മാസം 2 മാസം ലീവ് ആണെങ്കിലോ ബുദ്ധിമുട്ടായി അല്ലെ. ഇവിടെ അമ്മായിന്റെ മകന് കോഴിക്കോട് ജില്ല എവിടെയാന്ന് പോലും അറിയണ്ടാവില്ല. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഷോപ്പിംഗ് മാളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ട്രെൻഡ്സിന്റെ ഷോറൂം നിങ്ങൾ കണ്ടിട്ടില്ലേ? റിലയൻസിന്റെ പെട്രോൾ പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അംബാനിക്ക് ഇത് കണ്ടിട്ടില്ല. അംബാനിയോ അംബാനിന്റെ മക്കളോ ഇത് കണ്ടിട്ടില്ല കേട്ടോ. അത് എവിടെയാ ഇരിക്കുന്നതെന്ന്. ആ സത്യം. പക്ഷേ പണം അവിടെ എത്തിക്കോളൂ. അതാ പാസീവ് ഇൻകം അല്ലെ. ഇവിടെ ശരിക്കും നന്നായിട്ട് ജീവിക്കുന്ന ഏത് കാറ്റഗറിയാ? ഈ 95% ആളുകളാണോ? റൈറ്റ് സൈഡിലെ 5% ആണോ? ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെ വേണം ജീവിക്കാട്ടോ. ഇതിപ്പോ ഭക്ഷണം കഴിച്ചില്ല മരിച്ചൊന്നും പോവില്ല.
ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ റൈറ്റ് സൈഡിലെ ആളുകളാണ്. നമ്മളെങ്ങനെയാ ജീവിക്കുന്നത്? വരുമാനത്തിനനുസരിച്ച് ഒപ്പിച്ച് ജീവിച്ചു. എങ്ങനെയാണ് ജീവിക്കുക? ഇവിടെയാണ് ചോദ്യം. റോബർട്ട് കിയോസാക്കി പറയുന്നത്, ഈ ലെഫ്റ്റ് സൈഡിലെ വ്യക്തി സാഹചര്യം കൊണ്ട് പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞത് എന്താ? സാഹചര്യം പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ സ്മാർട്ടാ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലും പഠിക്കുന്ന കാര്യത്തൊക്കെ ആയി സ്മാർട്ടാ. പിന്നെ ആഗ്രഹിക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാതെ ഈ കാറ്റഗറിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചാൽ എന്തുണ്ട് വഴി? എല്ലാവർക്കും ഒരേപോലെ ഡ്രീം ഉണ്ടാവില്ല കേട്ടോ, ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാറാൻ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ എന്തുണ്ട് വഴി? ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം, അല്ലേ? എക്സ്പീരിയൻസ് ഉണ്ടോ? ലാൻഡും ലേബറും ക്യാപിറ്റലും വേണം. ഹൈ റിസ്കാ. നമ്മുടെക്കാട്ടും കഴിവുള്ള വന്നാൽ പോലും തീർന്നു പരിപാടി. ഇവിടെയാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണോ? പഠിക്കാൻ റെഡിയാണോ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഈ ട്രേഡ് വിത്ത് ടെക്നോളജി, ലാൻഡും ലേബറും ക്യാപിറ്റലും ഇല്ലാതെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതാട്ടോ. എൻ്റെ നടുവണ്ണൂരിൽ ഒരു റൂം എനിക്ക് കച്ചവടം ചെയ്യാൻ വേണമെങ്കിൽ 10 ലക്ഷം കൊടുത്താൽ കിട്ടില്ല. പിന്നെയല്ലേ കച്ചവടം? ഒരു റൂമിന് വേണ്ടി മാത്രം. ജോലിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ കമ്മിറ്റ്മെന്റ് നമുക്കറിയാലോ. പണം മുടക്കിയിട്ട് റിസ്ക് എടുക്കേണ്ടത്. ഇതത് വേണ്ട കേട്ടോ, പേടിക്കണ്ട. അപ്പൊ ഇത് മുൻവിധി വെച്ച് നിങ്ങൾ കേൾക്കണ്ട എന്ന് പറയാൻ കാരണം അതാ. നിങ്ങൾ പലരും ഈ അവസരം കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് മുൻവിധി ഉണ്ടാവും, അതെങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സോർന്ന് കേൾക്കാനാണ്. ലാൻഡ് വേണ്ട, ലേബറും വേണ്ട, ക്യാപിറ്റലും വേണ്ട. പണം മുടക്കി റിസ്ക് എടുക്കുന്ന ഒരു പണിയല്ലേ ഇത്. ഇവിടെയാണ് ടെക്നോളജിയുടെ ഗുണം, കമ്പ്യൂട്ടറിന്റെ ഗുണം. ഇതാണ് ഇന്റർനെറ്റിന്റെ കമ്പ്യൂട്ടറിന്റെ ഗുണം. ഇവിടെയാണ് ആ വഴിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഓർ കമ്മ്യൂണിറ്റി കൊമേഴ്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ ആശയത്തിനെയാണ് പറ്റിച്ചത്. ഇത് പെട്ടെന്ന് മനസ്സിലാവരുത്. 10 പ്രാവശ്യം കേട്ടാലും ബോധ്യപ്പെടരുത്. ബോധ്യപ്പെടും, അതാരിലൂടെ എന്ന് മാത്രം. അവിടെയാണ് എന്റെ സംഭവം. ഈ ആശയത്തിനെ പറ്റിച്ചു. പച്ചയ്ക്ക് പറ്റിക്കുക എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ പറ്റിച്ചു. നമ്മളിപ്പോ ഒരു പൈസ കള്ളനോട്ട് കുടുങ്ങിയ ആൾക്ക്, പൈസ കള്ളനോട്ട് കുടുങ്ങി പൈസ നഷ്ടപ്പെട്ടു പോയ ആള് ക്യാഷ് കാണുമ്പോൾ പേടിയാവും. എന്തുകൊണ്ടാ? കള്ളനോട്ട് കുടുങ്ങിയിട്ടുണ്ട്. വായ്പ മേടിച്ച പൈസയാണെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നാൽ പോലും നമുക്ക് സന്തോഷം ഉണ്ടാകുക, ഇത് കള്ളനോട്ടല്ലേ എന്നുള്ളൊരു പേടി വരും. കള്ളനോട്ട് കുടിക്കാൻ ആൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അതുപോലെ ഈ ആശയം ഉപയോഗിച്ച് ഇന്ത്യയിൽ ഏകദേശം 99% ആളുകൾക്കും പൈസ പോയിട്ടുണ്ട്. അപ്പൊ ചൂടുവെള്ളത്തിന് വീണ പൂച്ചയുടെ അവസ്ഥയാണ്. അതുകൊണ്ട് ആര് വിളിച്ചാലും അമ്മോ ഇതാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കേൾക്കാനുള്ള മനസ്സ് കാണിക്കാതെ എങ്ങനെ ഒഴിഞ്ഞു മാറാന്നുള്ള ആളുകളാ. സ്വന്തക്കാര്, നമ്മുടെ ക്ലാസ്മേറ്റ്, നമ്മുടെ സ്കൂൾ മേറ്റ്, അയൽവാസികൾ, നൈബേഴ്സ് ആയി പോയതാണല്ലോ തെറ്റ്. ക്ലാസ് പഠിച്ചു പോയതാണല്ലോ തെറ്റ്. നമ്മുടെ സ്വന്തമായി പോയതാണല്ലോ തെറ്റ്. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാണ് കേൾക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ആശയം കേട്ടേ മതിയാവൂ. വിപ്ലവകരമായ മാറ്റം സാധാരണക്കാരന്. ഇന്ത്യ രാജ്യം വികസിക്കുന്നുണ്ടെങ്കിൽ അതിന് സംഭാവന കൊടുക്കാൻ പോകുന്ന ബിസിനസ് രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പൊ ഈ ആശയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പേ, നിലവിൽ നടക്കുന്ന ഒരു കച്ചവട രീതി ഉണ്ടല്ലോ, ഇപ്പൊ നടക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് രീതി. മുമ്പത്തെ കച്ചവടം എന്തായിരുന്നു? നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പേ, അപ്പൂപ്പന്മാരൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പേ ക്യാഷ് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാ കച്ചവടം നടന്നത്, കൈമാറ്റം നടന്നത്? ബാർട്ടർ സിസ്റ്റം, ഉൽപ്പന്നത്തിന് പകരം കൈമാറ്റം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്, അങ്ങനെയല്ലേ ബാർട്ടർ സിസ്റ്റം. ഇപ്പൊ നടക്കുന്ന കച്ചവടം ഇതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. അറിയുന്ന കാര്യമാണ്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. നിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ ഉൽപ്പന്നം എവിടുന്നാണ് നിങ്ങൾ മേടിക്കാറ്? നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട്, റീറ്റെയിൽ കടയിൽ പോയിട്ട് നമ്മൾ വേണ്ട ഉൽപ്പന്നങ്ങൾ പൈസ കൊടുത്ത് മേടിക്കും. MRP കൊടുത്തല്ലേ മേടിക്കാറ്? ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് മേടിക്കും, അല്ലെ? ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ കയ്യിലേക്കോ നമ്മുടെ നിയർ അടുത്തുള്ള കടയിലേക്ക് ഡയറക്റ്റ് ആണോ കൊണ്ടുവരുന്നത്? അല്ല, ഇടനിലക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസി ഏതാ? KRS പോലത്തെ ഏജൻസി ഇല്ലേ? KRS, KTC പോലത്തെ ഏജൻസി. അവിടുന്ന് ഇന്ത്യ ഒട്ടുക്ക് ലൈസൻസ് ഉള്ള സൂപ്പർ സ്റ്റോക്കിസ്റ്റ്. അവിടുന്നാണ് കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ എന്താ കേരളം. ഇതിനു ശേഷം ജില്ലകൾ. നമ്മുടെ ജില്ല, എന്റെ ജില്ല കോഴിക്കോട് ജില്ല. നിങ്ങൾ പല ജില്ലകളിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം. മലപ്പുറത്തുകാരുണ്ടാവും, തൃശ്ശൂർക്കാരുണ്ടാവും, എറണാകുളക്കാരുണ്ടാവും, എവിടെയായിരിക്കട്ടെ. അവിടെ നിന്നാണ് ശേഷമാണ് ഏരിയയിലെ ഹോൾസെയിൽ ഡീലർമാര്, അല്ലെ, മൊത്ത കച്ചവടം.
അവിടെ നിന്നാണ് നമ്മുടെ തൊട്ടരികെയുള്ള നമ്മുടെ വീടിന്റെ തൊട്ടരികെയുള്ള ഷോപ്പ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ഈ ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്തു. എങ്ങനെയാ? MRP. മേടിക്കാൻ പോകുമ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോപ്പ് മേടിക്കുമ്പോൾ ഇന്ന സോപ്പ്, കുളിക്കുന്ന സോപ്പ് എന്നല്ല പറയാറ്. പാല് മേടിക്കുമ്പോൾ മിൽമ എന്ന് പറയും. പേസ്റ്റ് ആണെങ്കിലോ അല്ലേ തേക്കാറില്ലേ? പേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കോൾഗേറ്റാ, ക്ലോസപ്പ്, ഇങ്ങനെയൊക്കെയല്ലേ, സെൻസോഡായി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ആരാ? താരമൂല്യമുള്ള ആരോ ആണ് അല്ലെ? ആരാ അത്? സച്ചിൻ വേണോ? അമിതാഭ് ബച്ചൻ വേണോ? ഐശ്വര്യ മതിയോ? അതല്ല മഞ്ജു മതിയോ? കേരളത്തിൽ മാത്രമാണ് മഞ്ജു വാര്യർ മതി അല്ലെ? ഇങ്ങനെ അമിതാഭ് ബച്ചനോ ഐശ്വര്യോ മോഹൻലാലോ മമ്മൂട്ടിയോ ഷാരൂഖ് ഇതൊക്കെ പറയുന്ന കാര്യം സത്യമാണോ? ആണോ? ഇവര് മോഹൻലാൽ കണ്ണൻ ദേവനെ പറ്റി ഫസ്റ്റ് പരസ്യം എന്തായിരുന്നു? കേട്ടിട്ടുണ്ടോ? എന്റെ ഉന്മേഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും രഹസ്യം കണ്ണൻ ദേവൻ ചായപ്പൊടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 18 വർഷമായി ചായയോ കാപ്പിയോ കുടിച്ചിട്ട്. മക്കൾക്ക് ലേഖനത്തിൽ ചോദിച്ച സമയം സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായയാണോ കാപ്പിയാണോ? ഇതെങ്ങനെ ഉന്മേഷം ഉണ്ടായി? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരസ്യം ഉണ്ടായിരുന്നു. നമ്മുടെ സോപ്പില് ജീവ സോപ്പിനെ നോക്കിയിട്ട് സിമ്രാൻ പറയാണ്, ഞാൻ ഈ സോപ്പ് യൂസ് ചെയ്ത് കുളിച്ചു കേട്ടോ. കുളിച്ച സമയത്ത് എനിക്ക് 27 പ്രാവശ്യം കുളിച്ച സുഖം കിട്ടിയ സോപ്പാണ് ജീവ സോപ്പ്. 12 റുപ്യന്റെ സോപ്പുകൾ കണ്ടിട്ടുണ്ടാവും. ഐശ്വര്യ 36 ലെക്സ് ആണോ യൂസ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യമെങ്കിലും പരസ്യത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയം അല്ലെ? കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ 36 രൂപ കൊടുത്ത ഒരു ലെക്സിന്റെ സോപ്പ് നിങ്ങൾ തൊട്ടരികെയുള്ള ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 36 രൂപയിൽ 5 രൂപ പ്രത്യക്ഷത്തിൽ പോയത് ആർക്കാ? ഈ നടുക്കി. അതെന്തുകൊണ്ടാ? ഫാക്ടറി ഉടമ 5 കോടിയാണ് സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഈ നടുക്കി കൊടുത്തത്. 12 രൂപേന്റെ സോപ്പാണ് മേടിച്ചെങ്കിൽ 2 രൂപ പോയത് ആ സിമ്രാനാ. 12 രൂപയുടെ സോപ്പിന് 2 റുപ്യ സിമ്രാനാ പോയത്. 2 കോടി. സത്യം. നിങ്ങൾ ഏത് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു 10 രൂപയുടെ പെണ്ണ് മേടിക്കും. ആ പെണ്ണിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്ര വരിക എന്നറിയാം? നിർമ്മാണ കോസ്റ്റ് നിർമ്മിക്കണ്ടേ? ഒരു 30-35 മോഡ് ശതമാനത്തിൽ പോവില്ല, എത്ര ക്വാളിറ്റി പറഞ്ഞാലും, എത്ര വലിയ ക്വാളിറ്റി ആണെങ്കിലും. അപ്പൊ നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ അടുത്തുള്ള നിയറിലെ മൈജിയ 3G എവിടെയും ഒന്ന് പോയിട്ട് നിങ്ങളൊരു കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് ആ കടയിൽ നടത്തുന്ന സ്റ്റാഫ് നിങ്ങളെ പരിചയമുള്ളത് കൊണ്ട് ഒരു 11,800 പറഞ്ഞൊരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ പറയാ നല്ല ഫീച്ചറാണ്, ക്യാമറ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് അവനുള്ള ഇഷ്ടം കൊണ്ട് വിശ്വാസം കൊണ്ട് 11,800 പറഞ്ഞ മൊബൈൽ ഫോണിന് അവന്റെ വക ഡിസ്കൗണ്ട് എത്ര രൂപ? 1,800 രൂപ ഡിസ്കൗണ്ടും ചെയ്തു. അപ്പൊ ഭയങ്കര ഹാപ്പി. 10,000 രൂപ കൊടുത്ത മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ചു. ഈ 10,000 രൂപയുടെ മൊബൈൽ ഫോണിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്ര വരും? 30-35% എന്ന് പറഞ്ഞാൽ 3 റുപ്യ വരൂല. ലാഭടക്കം. ആർക്ക്? ഉണ്ടാക്കുന്ന ആളുടെ ലാഭടക്കം. അപ്പൊ നമ്മൾ കൊടുത്ത 10,000 രൂപയില് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുത്ത 10,000 രൂപയില് 7,000 രൂപ എങ്ങോട്ടാ പോകുന്നത്? 7,000 ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും കൈകളിലേക്കാ. ഈ ഇടനിലക്കാരാവുക എന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ? ലക്ഷങ്ങളും കോടികളും റിസ്ക് എടുക്കുന്നവരാ അവര്. ഇവർക്ക് വരുമാനം ലാഭം വേണ്ടേ? സത്യ ലാഭം വേണം. പക്ഷെ ഇതിൽ നമുക്കൊരു കൺസ്യൂമർ ബേസ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പങ്കാളിയാവാൻ പറ്റുമോ? ഒരു കട തുടങ്ങണമെങ്കിൽ ആഗ്രഹിച്ചാലോ? എന്റെ നാട്ടിൽ നടുവിന് ഒരു റൂം കിട്ടണേ 10 ലക്ഷം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കച്ചവടം, ഒരു പെയിന്റ് അടിക്കണ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. ഒരു ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെയല്ലേ കച്ചവടം. തുറന്നിരിക്കണ്ടേ? ലക്ഷങ്ങൾ മുടക്കി റിസ്ക് എടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെക്കാട്ടും കഴിവുള്ള മുമ്പിൽ വരും, പിന്നെയാണ് വിവരം അറിയാം. ഒരു കച്ചവടം പോലും ചെയ്യാനുള്ള മാനസികാവസ്ഥ സാധാരണക്കാരില്ല. ലോണ് പോലും കിട്ടില്ല. ഈ ഒരു ബിസിനസ് രീതിക്കെതിരെയാണ് 1940 അമേരിക്കൻ മാർക്കറ്റിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച ആശയമാണ്, ന്യൂ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഓർ കമ്മ്യൂണിറ്റി കൊമേഴ്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണം 2ാം ലോക മഹായുദ്ധം, ഇംഗ്ലീഷ് മെഡിസിനും ഭക്ഷണവും പൂർത്തിയപ്പ് നടന്ന സമയത്ത് ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇത് പരീക്ഷ നടത്തി, വിജയിച്ചു. അത് വിഷയമായി, കേസായി നടന്നു. അമേരിക്കയിൽ 37 വർഷത്തിന് സമരത്തിന് ശേഷമാണ് 1977 അമേരിക്കയിൽ ഇത് അംഗീകരിച്ചു. അമേരിക്കയിൽ അംഗീകരിച്ചപ്പോൾ ലോകം മൊത്തം ഇത് പടർന്നു പിടിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാ? കമ്പ്യൂട്ടർ വരാൻ ലേറ്റ് ആയിട്ടുണ്ട്.
അപ്പം 90 ശേഷമാണ് ഈ ആശയം ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ ഈ ആശയം ഉപയോഗിച്ച് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കി. പ്രൊഡക്റ്റ് ഒന്നുമില്ല, കച്ചവടത്തിൽ പ്രൊഡക്റ്റ് വേണം. മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളത്, ഞാൻ പറഞ്ഞത് മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളതാണ് പ്രൊഡക്റ്റ് കൊടുക്കണം. മൂല്യം ഇല്ലെങ്കിൽ അത് തട്ടിപ്പാ. ഇവിടെ മൂല്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതിന് റൂം വേണ്ട ആവശ്യമൊന്നുമില്ല. അംഗീകരിച്ചു, അമേരിക്കയിൽ അംഗീകരിച്ച് ഇന്ത്യയിൽ വന്ന് ഇത് പൈസ കൊടുത്ത് കളിച്ച് പണം മാത്രം ക്രയ വിക്രയം ചെയ്തു, ആശയം ഉപയോഗിച്ച് പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പേടിപ്പിച്ചു. അതുകൊണ്ടാണ് ആളുകൾ മനസ്സോടൊന്നും കേൾക്കാത്തത്. അവിടെയാണ് ഞാൻ പറയുന്നത്, 2 വർഷക്കാലം ഞാൻ ഇതിനു വേണ്ടി സമരം ചെയ്തിട്ട് എന്റെ ജീവിതത്തെ ഏറ്റവും നല്ല സമയം 2 വർഷമാണ് പോയത്. തിരുവനന്തപുരം നിരാഹാരം, രാജീവ് മാർച്ച്, പാർലമെന്റ്, ഡൽഹിയൊക്കെ പോയിട്ടുണ്ട്. നിയമം വരാൻ സമയമെടുത്തു. അങ്ങനെയൊക്കെ ഇതിന്റെ കാര്യങ്ങൾ. ശരിക്കും ഈ ആശയം എന്താണ് ഒന്ന് കേൾക്കണേ. ഇതാ, ഒരു ഫാക്ടറി നിർമ്മിക്കുന്നു, മാനുഫാക്ചറിങ് എവിടെയോ ആയിരിക്കാം അല്ലെ. അതിനുശേഷം ഒരു കമ്പനി കറക്റ്റാന്ന് നോക്കണം കേട്ടോ. കമ്പനി കറക്റ്റ് ആണോ, ആരാ നടത്തുന്നതിന്റെ പാരമ്പര്യം എന്താ, ഇവർ ആരായിരുന്നു, ഇവര് മുമ്പ് ആരായിരുന്നു, ഇതൊക്കെ നോക്കണം. ഒരു കമ്പനി കറക്റ്റ്, അവിടുന്ന് കമ്പനി ഒരു ഉൽപ്പന്നം നിർമ്മിച്ചതിന് ശേഷം ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് കൊടുക്കുകയാണോ? അതാണോ ഡയറക്റ്റ് സെല്ലിംഗ്? അല്ല. ഇവിടെയും ഇടനിലക്കാരിലൂടെ തന്നെ, പരസ്യക്കാരിലൂടെ തന്നെ യഥാർത്ഥ കൺസ്യൂമറിലേക്ക് നമ്മളിലേക്ക് എത്തിക്കും. ഇവിടുത്തെ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും ജോബ് ചെയ്യുന്ന ആരാ? ഉൽപ്പന്നം മേടിക്കുന്ന ആളാരാ? കൺസ്യൂമറാ. ഹോൾസെയിൽ പോകുന്ന ലാഭം, ഡിസ്ട്രിക്ട് ഡീലറിന് പോകുന്ന, സ്റ്റേറ്റ് ഡീലറിന് പോകുന്ന ഈ 70% പരസ്യത്തിന് പോകുന്ന പൈസ ഈ ഇടനിലക്കാരന്റെ പണി ചെയ്യുന്നവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമാന്തര കച്ചവട രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അല്ലാണ്ട് വില കുറച്ച് കൊടുക്കുന്ന പരിപാടിയല്ല. അവിടെയാണ് പഠിക്കേണ്ടത്. ഈ കമ്പനി കറക്റ്റ് ആണോ, ഈ പ്രൊഡക്റ്റ് കറക്റ്റ് ആണോ, ഈ പ്ലാന് കറക്റ്റ് ആണോ, വരുമാനം എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇത്രയും വരുമാനം എങ്ങനെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നു, അതാ പഠിക്കേണ്ടത്. അപ്പൊ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇടനിലക്കാരന്റെ പണി നമ്മൾ ചെയ്താൽ ഹോൾസെയിൽ പോകുന്ന ലാഭം നമുക്ക് കച്ചവടത്തിൽ കിട്ടുമോ? അത് ഹോൾസെയിലാണ് കിട്ടുക. ഡിസ്ട്രിക്ട് ഡീലർമാരെ പൈസ ഹോൾസെയിലിന് കിട്ടുമോ? ഇല്ല. ഇവിടെയാണ് ഈ ജോബൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ടെക്നോളജി വന്നതാണ് ഇതിന്റെ ഭാഗ്യം. ട്രേഡ് വിത്ത് ടെക്നോളജി. അവിടെ ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നു? ഇതിപ്പം ബികോം സെക്കൻഡ് ഇയർ, ബികോം പഠിച്ചാലുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബികോം സെക്കൻഡ് ഇയറിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ബുക്കാണിത്. പഠിച്ചവരെ നോക്കി റെഫർ ചെയ്യാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, എംകോം, MBA, BBA പാഠ്യവിഷയമാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും പാഠ്യവിഷയമാണ്, ജവഹർലാൽ നെഹ്റു അടക്കം. ഇതിൽ ഞാൻ പറഞ്ഞ നിയമമില്ലായിരുന്നു. 2015 ജൂലൈ 29 ഗസറ്റാണിത്. ഈ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഇതിന്റെ നിയമം തടസ്സം മാറിയത്. 6ാമത്തെ സബ്മിഷൻ. അന്ന് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു. അന്നത്തെ ഇളമരം കരീം സാറാണ് ഏത് നിയമസഭയിൽ പ്രതിപക്ഷത്ത്. ആ ശേഷമാണ് 2015 ജൂലൈ 29 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഇതിന്റെ തടസ്സം മാറിയത്. CITU, INTUC, AITUC, BMS, STU 6 തൊഴിലാളി സംഘടനകൾ സംയുക്തമായിട്ടും അല്ലാതെയും സമരം നടത്തിയതിന്റെ ഗുണമാണ് നമുക്കിത് കിട്ടിയത്. ശരിക്കും പറയുകയാണ് ഒരു ഭയങ്കര ഭാഗ്യമാണത്. ഒരു അവസരത്തിന്റെ ഭാഗ്യം എന്ന് മനസ്സിലാണ്. ഇത് പഠിക്കുമ്പോഴാണ് അതിന്റെ ഭാഗ്യം മനസ്സിലാവുക. ഇത് 100% ലീഗലായി. ഈ 2025 ഫെബ്രുവരി 19 കേരള സർക്കാർ ഇനി മോണിറ്ററിംഗ് വന്നു. അതിലൊരു വെബ്സൈറ്റ് വന്നു. 100% സർക്കാർ അംഗീകരിച്ചു. സർക്കാർ പറഞ്ഞത് സർക്കാർ ഡയറക്റ്റ് ടാക്സ് കിട്ടുന്ന ഒരു മേഖലയാണ്. ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു മേഖലയിൽ കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. കഴിഞ്ഞ മാസം തന്നെ 5 MLA-മാരാണ് ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി നിയമസഭയിൽ സംസാരിച്ചത്. ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഉസ്താദിനോട്, ഉമർ ഉസ്താദിനോട് ചോദിച്ചാൽ മനസ്സിലാവും. സ്റ്റേറ്റ് ലെവൽ സെമിനാർ നടന്നു. ആ സെമിനാറിൽ നടന്ന മോണിറ്ററിംഗ് സെല്ലിങ്ങിന്റെ അന്നത്തെ 2018 കാര്യമാണ്. ഇത് ഫെബ്രുവരി 8 നടന്ന പ്രോഗ്രാമാണ്. അന്ന് ഗിഫ്റ്റ് ആണ് ഇതിന്റെ നടത്തിയത്. ഇതിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി, ഈ ആശയത്തെ പറ്റി ബിൽഗേറ്റ്സ് ആരാ? കമ്പ്യൂട്ടറിനെ തന്റേതാക്കിയ മാറ്റിയ ആളാണ് ബിൽഗേറ്റ്സ് അല്ലെ, കോടീശ്വരൻ. അദ്ദേഹം പറയും, നോക്കൂ, ഇനി ഞാനൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പോകുന്ന മേഖല, അതിൽ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം വന്ന് ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് മൊത്തം വിഷയമായ ഒരു സമയമില്ലായിരുന്നോ? അന്ന് പിടിച്ചു നിന്ന കച്ചവടം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നു. അമേരിക്കയിലാണ്. നിങ്ങൾ വികസിച്ച രാജ്യത്തിലേക്ക് നോക്കൂ. അതിൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്നറിയപ്പെടുന്ന ആള്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന വ്യക്തി, ഇന്ത്യ രാജ്യത്ത് പോലും പേടിഎമ്മിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ 3 കമ്പനിയിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണ് വാരൻ ബഫെ. ഏറ്റവും ചാൻസ്
ഈ ആശയത്തിൽ വിജയിക്കുമ്പം അവിടെ ഏറ്റവും വിജയ സാധ്യതയുള്ളത് ലേഡീസിനാണ്. അമേരിക്കയിൽ 82%. ഇതിന്റെ ഗ്ലോബൽ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ടൈം പോകുന്നതുകൊണ്ട് ഞാൻ ആദ്യം വിശദീകരിക്കുന്നില്ല. ഡയറക്റ്റ് സെല്ലിങ്ങിന് ഏറ്റവും ചാൻസ് ഉള്ള രാജ്യം ഏതാണെന്നറിയോ? നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്മൾ മിടുക്കന്മാരാണ്. ഇംഗ്ലീഷിന്റെ വേർഡ്സിൽ മലയാളം നമുക്ക് പലതും അറിയില്ല. ഇതൊക്കെ നമുക്ക് ഗുണമാണ്. ജനസംഖ്യ എല്ലാം നമുക്ക് കൂടുതലാണ്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അതൊക്കെ ഈ ബിസിനസ്സിന് ഗുണമാണ്. ഈ ആശയം കാട്ടു തീയെ പോലെ പടർന്നു പിടിക്കുന്നതാണ് പറയുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ഗ്ലോബൽ ഇൻഡസ്ട്രി ആണെന്നും എംപവർ മില്യൺസ് ദശലക്ഷക്കണക്കിന് ആളുകൾ എംപവർ ചെയ്യാൻ പോകുന്ന മേഖലയാണെന്നും ഇതിൽ യൂത്ത് എന്ന് പറഞ്ഞാൽ പഠിച്ച യൂത്ത് ഫുൾ ടൈം കരിയർ ആയിട്ട് 1,80,00,000 യൂത്ത് ഫുൾ ടൈം കരിയർ ആയിട്ട് 25 കഴിയുമ്പോഴേക്കും ഫുൾ ടൈം ആവുന്ന പറയുന്നത് ഈ ആശയം. അതിന്റെ ഇവന്റ് നടന്നു രാംവിലാസ് പാശ്വാന്റെ അധ്യക്ഷതയിൽ. അന്ന് ഫിക്കി KPMG എന്നാണ് ഇവന്റ് നടത്തിയത്. ആ ഇവന്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ഇന്ത്യയിൽ നമ്പർ 1 ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഏത് കമ്പനിയാണെന്നൊന്ന് നോക്കാം. ഇന്ത്യയിൽ നമ്പർ 1 ഇ-കോം ബേസ്ഡ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും അഭിമാനമുണ്ട്. ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യന്ന് പ്രൂവ് ചെയ്തിട്ട് ഇന്ത്യന്ന് പുറത്തേക്ക് പോകുന്നു. MI മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിന്റെ എംബ്ലമാണിത്. അതിൽ ഇതിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്. രജിസ്ട്രേഷൻ എവിടെയാണെന്ന് അറിയോ? തമിഴ്നാടാണ്, ചെന്നൈയിലാണ് രജിസ്ട്രേഷൻ. മാർവാഡീസ് ആണ്. മഹാവീർ മെറ്റൽസ് ഇത് ഉരുക്ക് വ്യവസായികളാണ്. ഇന്ത്യയിലെ ടാറ്റലിനെ പോലത്തെ ഗ്രൂപ്പാണ് നടത്തുന്നത്. അതിന്റെ ഏറ്റവും വലിയ മഹത്വം ഇവർ പഠിച്ചു എന്നതാണ്. വരാൻ പോകുന്ന ആശയത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. ഇതിന്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ MILifestylemarketing.com സെർച്ച് ചെയ്യൂ. ഞാൻ ഈ പറയുന്ന A-Z കാര്യങ്ങൾക്ക് അതിൽ കാണാം. കമ്പനിയുടെ A-Z പ്രൊഫൈലും അതിൽ ഓൺലൈൻ പോർട്ടലിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. കടയിൽ പോയിട്ട് മേടിക്കുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. Indiashopee.com, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മീഷോയിലൊക്കെ മേടിക്കും പോലെ ഈ പോർട്ടലിലൂടെ മാത്രമേ മേടിക്കാകെ. അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി അലോഡല്ല. ഒന്നുമില്ലെങ്കിൽ ഈ പോർട്ട്, അല്ലെങ്കിലോ ഡയറക്റ്റ് പോയിട്ട് മേടിക്കാം. ഇന്ത്യയിൽ ഏകദേശം 1000ന്റെ മുകളിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. നിയർ എന്റെ വീടിന്റെ അടുത്ത് തന്നെ, നടുവണ്ണൂരിന്റെ അടുത്ത് ഷോറൂം ഉണ്ട്. കോഴിക്കോട് ടൗണിലുണ്ട്, എരഞ്ഞിപ്പാലത്ത്, വടകരയുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ജില്ലകളിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഷോപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ 2ാമത്തെ ദിവസം വീട്ടിലെത്തും. എവിടെ നിന്നും മേടിക്കാം. ഡൽഹിയിലാണ്, ഡൽഹി, കോയമ്പത്തൂർ, മംഗലാപുരം, നിങ്ങൾ എവിടെ പോകുന്നു അവിടെയെല്ലാം 4, 5, 6 ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഉണ്ട്. ഓരോ 25 കിലോമീറ്ററിനുള്ളിലും ഔട്ട്ലെറ്റ് വരാൻ പോകുന്നു. അതിലൊരു ബ്രാൻഡാണ് എലമെന്റ്സ് ഉൽപ്പന്നങ്ങളാണ് വെൽനസ് ബ്രാൻഡിൽ വരുന്നതാണ് വെൽനസ്. അസുഖം വരാതെ നോക്കണം. അസുഖം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ബുദ്ധിമുട്ടാവും. വരാതെ നോക്കാൻ എന്ത് ചെയ്യണം? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് അസുഖം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫുഡ് കഴിക്കണം. ഏത് ഫുഡ്? നല്ല ഫുഡ്, ഔഷധ ഗുണമുള്ള ഫുഡ് നമ്മൾ കാണാറില്ല. മാങ്ങ പോലും പഴുപ്പിച്ചത് മേടിക്കാൻ പറ്റത്തില്ല. പഴുക്കാൻ കാരണക്കാരൻ വേറൊരു സാധന അല്ലേ? അതല്ലേ അവസ്ഥ. അവിടെ നമ്മുടെ അവസ്ഥ ഏറ്റവും പാക്കറ്റ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഏറ്റവും ഡേഞ്ചർ. ആ പാക്കറ്റിലേക്കാകുമ്പോൾ അത് കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഡേഞ്ചറാണ്. അസുഖം കൊണ്ട് കളിയാം. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മലയാളികളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഏതാ? മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളും പ്രശ്നത്തിലാണ്. മുടിയുണ്ടെ കൊഴിഞ്ഞു പോകുന്നു, തലയുണ്ടെങ്കിൽ മൈഗ്രെയിൻ ആണ്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ മൈഗ്രെയിൻ കണ്ണിന്റെ തിമിരായിട്ട് വരുന്നു. ഓപ്പറേഷൻ എല്ലാവർക്കും ശരിക്കും ചാകരയാണ്. 2 കണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പം എല്ലാവരും വിചാരം ഡോക്ടർമാർക്ക്. ഇനിയും കണ്ണുണ്ടെങ്കിൽ ഓപ്പറേഷൻ കൂടാമായിരുന്നു. ആ ലെവലിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല്ലിന്റെ കാര്യം പറയേണ്ട. തൈറോയ്ഡ് ഏറ്റവും വലിയ വില്ലനാണ്. തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് ആ വീട്ടിൽ മനസ്സമാധാനം കിട്ടത്തില്ല. ഇടയ്ക്ക് നല്ല സ്വഭാവമായിരിക്കും, ഇടയ്ക്ക് കൂതറ സ്വഭാവമായിരിക്കും. വെറുപ്പിച്ച് കൈ തരും തൈറോയ്ഡ്. 30-35 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം യൂട്രസ് ആരും കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ ആരും കൊണ്ടുപോകും. അതിങ്ങനെ ക്ഷണിച്ച് നിൽക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക, എപ്പാ വരിക എന്നുള്ളത്. യൂട്രസ് റിമൂവ് ചെയ്യാനാ പറയുക. ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാ വർഷവും ചെയ്യേണ്ടി വരും. റിമൂവ് ചെയ്താൽ എളുപ്പം കഴിയും, അങ്ങനെ എടുത്ത് മാറ്റിക്കറിയാം. ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അതിന്റെ വിഷമം ലേഡീസ് ഏകദേശം ആളുകളും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടുവേന, ഊരവേന, സന്ധിവേദന, കൈകാല് കടച്ചില. പ്രായം കൂടുന്ന ആൾക്ക് ഭയങ്കര കടച്ചിലായിരിക്കും. ശരിക്കും ഉറക്കം വരത്തില്ല.
ഈ അവസ്ഥയിലേക്ക് മാറുന്നു. ഇല്ലേ? മുട്ടുവേന വരാൻ പോകുന്നേ ഉള്ളൂ. വെറുതെ മുഖോട്ടൊക്കെ ഉണ്ടാക്കി വെറുതെയാ, കീറത്തില്ല, വെറുതെ പൈസ പോയി. ഇതാ സത്യം. ഇവിടെയാണ് വെൽനസ് ഇന്ത്യയിലെ $1 ട്രില്യൺ, കേട്ടോ, ലക്ഷം കോടി ഡോളർ കോടീശ്വരന്മാർ സൃഷ്ടിക്കുന്ന ഇൻഡസ്ട്രി ആട്ടോ വെൽനസ്. ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റും റിജക്ട് ചെയ്യാൻ പറ്റില്ല. മരുന്നല്ല, ഔഷധ ഗുണമുള്ള ഫുഡ്, ആയുർവേദത്തില് ഫസ്റ്റ് ക്വാളിറ്റി. അത് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ തന്നെ പേഴ്സണൽ കെയർ. ആരോഗ്യം കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? സൗന്ദര്യല്ലേ? അല്ലെ? ആരോഗ്യം ഉണ്ടാക്കാണ്ട് സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? വെറുതെയാ. അവിടെയാണ് പേഴ്സണൽ കെയറിൽ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് പ്രൂവ് ചെയ്ത സാധനം കേട്ടോ. നിങ്ങൾ അലോവേരന്റെ ഒക്കെ ക്രീമൊക്കെ ഇല്ലേ, ലോഷനൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞത് മേടിക്കാൻ പറഞ്ഞാൽ എത്ര പൈസ കൊടുക്കണോ? സേവാമേട്ടൊക്കെ നല്ല പൈസ ഉണ്ട് അല്ലെ? ചെറിയ പൈസ കിട്ടും ടെസ്റ്റ് പ്രൂവ് ചെയ്ത്. ഞാൻ ഈ കമ്പനിയിൽ വന്ന ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കമ്പനി തന്നിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് പ്രൂവ് ചെയ്ത സാധനം. ഞാൻ പണ്ട് വെയിൻ മിഷന്റെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത്, ഇലക്ട്രോണിക്കിനെ തൂക്കുന്ന മെഷീൻ അല്ലേ, ഈസ്റ്റേണിലൊക്കെ ഞങ്ങൾ മെഷീൻ കൊടുത്ത സമയത്ത് ഓരോ ജില്ലകളിൽ ഓരോ ടേസ്റ്റാ. നമ്മളെ സാമ്പാർ അല്ല തെക്കൻ ജില്ലയിലെ സാമ്പാർ, വ്യത്യാസമുണ്ട്. പക്ഷെ ടെസ്റ്റ് പ്രൂവ് ചെയ്തല്ല. നിങ്ങളെ വീട്ടിലെ ഫ്ലോർ ക്ലീൻ ചെയ്യാറില്ലേ? ബാത്റൂം ക്ലീൻ ചെയ്യാറില്ലേ? ബാത്റൂമാണ് ക്ലീൻ ചെയ്യേണ്ടത്. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സാധനം, പാത്രം, ഡിഷ് വാഷ്, ഡിഷ് ലിക്വിഡ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഗ്ലാസ് ക്ലീനർ മുതൽ എല്ലാ ഐറ്റംസും ഫസ്റ്റ് ക്വാളിറ്റി. 24 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ഉണ്ട്. മുടി ക്ലീൻ ചെയ്യുന്ന അടക്കം. പച്ചക്കറി, വളം, തെങ്ങ്, വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ജൈവ വളം ഫസ്റ്റ് ക്വാളിറ്റി. ഇതൊക്കെ പ്രൂവ് ചെയ്ത സാധനമാണ്. 40 രാജ്യങ്ങൾ പ്രൂവ് ചെയ്ത ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള വളം അടക്കമുണ്ട്. അങ്ങനെ A to Z എല്ലാ ബ്രാൻഡിലും ഇനി ഉൽപ്പന്നങ്ങൾ വരാൻ പോകുന്നു. അതിന്റെ ബ്രെയിൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിന്റെ ബ്രെയിൻ നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആരാണ്? ഈ വെൽനസിന്റെ ഡോക്ടർ DBA നാരായണ. നിങ്ങൾ സൈറ്റിൽ പോയി അടിച്ചു നോക്കി ഇതിന്റെ പ്രൊഫൈൽ. ഇദ്ദേഹം ആരായിരുന്നു? എക്സ്പീരിയൻസ് 48 നല്ല 45 വർഷമൊക്കെ കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നിങ്ങൾ നോക്കൂ. ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ FMCG കമ്പനി ഏതാ? ഹിന്ദുസ്ഥാൻ ലിവർ ഇന്ത്യയിൽ, ലോകത്തിൽ അറിയപ്പെടുന്ന യൂണിലിവർ, അതിന്റെ ഡയറക്ടർ ആയിരുന്നു. ഡാബർ നാരായണ അറിയപ്പെടുന്ന പോലും ഡാബറിനെ ഈ ലെവലിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. റാൻബാക്സിൽ ആയുർവേദ വിങ്ങിൽ 10 വർഷം എക്സ്പീരിയൻസ്. API ആയുർവേദിക് ഫാർമാക്കോപ്പി കമ്മിറ്റി മെമ്പർ ആണ്. ഈ വ്യക്തിയാണ് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹെഡ്. പേഴ്സണൽ കെയറിന്റെ ഹെഡ് അതറിയോ? KC ഗോർഡൻ സാറ്. ഫെയർ ആൻഡ് ലവ്ലി ഓർമ്മയുണ്ടോ? പോൺസിന്റെ പൗഡർ ഓർമ്മയുണ്ടോ? കുട്ടിക്കൂര ഓർമ്മയുണ്ടോ? ഇത് ഓൺ പ്രൊഡക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ. പീറ്റർ ജോസി എന്ന് പറഞ്ഞ ഗാർലിക് കിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം വെളുത്ത ഉള്ളിയെ സ്റ്റെബിലൈസ് ചെയ്തു. അലിസിൻ, കൈപ്പയും കറുവപ്പട്ടയും ചക്രക്കൊല്ലിയൊക്കെ അടങ്ങുന്ന, ചീരയൊക്കെ അടങ്ങുന്ന ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഇയാൾക്കൊരു പാറ്റൻസി പ്രൊഡക്റ്റ് ഉണ്ട്, ഡയബ ലൈഫ്. ഷുഗറിന് പാറ്റൻസി കിട്ടിയ വ്യക്തിയാണ്, ഷുഗറിന്റെ പ്രൊഡക്റ്റിന്, ഡയബ ലൈഫിന്. KK രാജേഷ് മലയാളിയാണ്, പാലക്കാട്ടാണ് ജനിച്ചത് ശരിക്കും. ഇദ്ദേഹം ഹിന്ദുസ്ഥാൻ ലിവർ 26 വർഷം COO. ലോകത്തെ ഏറ്റവും വലിയ ബ്രെയിൻ ആണ് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി, നമ്മളൊരു ഉൽപ്പന്നം മേടിക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി നോക്കിയാണോ മേടിക്കാറ്? ആണോ? ക്യാഷ് നോക്കിയിട്ടാ മേടിക്കാറ്. അമ്മോ പൈസയാണ് വേണ്ടാന്ന് പറയുക ചെയ്യാറ് അല്ലെ? ക്വാളിറ്റി നോക്കി മേടിക്കുന്ന ആളുകൾ നിങ്ങൾ ഇല്ല. ഗോൾഡ് നോക്കും ചിലപ്പോ അല്ലെ? സ്വർണം മേടിക്കുമ്പോൾ ഹോൾമാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. ഗോൾഡും ഡയമണ്ട് ഒക്കെ മേടിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നോക്കാറുണ്ട്. ഇവിടെയാണ് ആയുർവേദത്തിൽ ഇന്ത്യ എന്ന് പുറത്തേക്ക് പോകാറില്ലേ? എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മൾ പറയാറില്ലേ? പുറത്തേക്ക് പോകുന്ന ക്വാളിറ്റി നല്ല ക്വാളിറ്റി അല്ലെ? അങ്ങനെ പോകുമ്പോ പൊളിച്ചു നോക്കി പരിശോധിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഉൽപ്പന്നമാണ് ആയുഷിന്റെ പ്രീമിയം മാർക്ക്. ഇവിടെ കണ്ണൻകുളത്തിയുടെ ഏലാദി ലേഹ്യം കണ്ടിട്ടുണ്ടോ? ഏലാദി ലേഹ്യം, കാൻഡിയുടെ മുട്ടായി കണ്ടിട്ടുണ്ടോ? ഏലാദി മുട്ടായി. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഈ ചോപ്പ് കാണാം, പ്രീമിയം മാർക്ക്. ഇത് ഈ സ്റ്റാൻഡേർഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ പച്ചയാണ്, സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കും. ഇവിടെ പ്രീമിയം കാണിക്കുന്നതാണ് പുറത്തേക്ക് പോകുന്ന ക്വാളിറ്റി. ഇങ്ങനെ ക്വാളിറ്റി ഉള്ള 24ഓളം ഉൽപ്പന്നങ്ങൾ ഈ പ്രീമിയം മാർക്ക് കിട്ടിയ ആയുർവേദത്തില് ഫുഡ് സപ്ലിമെന്റാ. വരാതെ നോക്കാനുള്ള ഫുഡ്, അസുഖം വന്നിട്ട് കഴിക്കേണ്ടതല്ല, വരാതെ നോക്കാനുള്ള ഫുഡ്. 3 നേരം അരി ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഷുഗർ ഫ്രീ ആയിട്ട് കിട്ടും. ഷുഗർ വന്നാൽ നമ്മളെയും കൊണ്ടേ പോകും അല്ലേ? അറിയാലോ എന്റെ വിഷമം. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും. ഇന്നലെ കോഴിക്കോട് നടന്ന സംഭവം എന്ന് അറിയില്ലേ? ഷുഗർ ഓവറായി കിഡ്നി പോയതാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട് 2 ആൾക്കാർക്കും ഇതേ സംഭവിച്ചിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഷുഗർ വലിയ പ്രശ്നമാണ്. പാരമ്പര്യമായിട്ടൊക്കെ ഉള്ള ആള് വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ്.
അവിടെയൊക്കെയാണ് ഞാൻ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ മെച്ചം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി പറയുമ്പോൾ ഈ ആയുഷിന്റെ പ്രീമിയംമാർക്ക് കിട്ടണമെന്ന കണ്ടീഷൻ അറിയോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗൈഡ്ലൈൻസ് പാലിക്കണം. ഒന്ന്, ഇത് 100% വെജിറ്റേറിയൻ ആയിരിക്കണം. എന്താ 100%? ക്യാപ്സ്യൂളിന്റെ കവറിങ് പോലും വെജാ. വെള്ളത്തിൽ വെച്ച് നോക്കൂ, 1/2 മിനിറ്റ് കൊണ്ട് അരിയും. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിട്ട് തോന്നും. ആ ക്യാപ്സ്യൂൾ ഇത്ര കട്ടിയിലേക്ക് ചെയ്യണമെങ്കിൽ നിലവിലുള്ള ആയുർവേദമായിട്ട് 6 മടങ്ങ് വിലേന്റെ വ്യത്യാസം വരും. നിലവിലുള്ള ആയുർവേദമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന എന്താ? മൃഗക്കൊഴുപ്പ. ഇവിടെ വരുന്ന തവിട. വെള്ളത്തിൽ വെച്ച് നോക്കുക, വെള്ളം എടുത്ത് നമ്മൾ വയല വെച്ചിട്ട് വെള്ളം എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അലിയും. ഇവിടെയാണ് 100% വെജിറ്റേറിയൻ ആണ്. ഒരു ഹാർംഫുൾ കെമിക്കൽ അതിൽ പാടില്ല. ഉണ്ടാക്കുന്ന സാധനം കംപ്ലൈന്റ് ആയി പോകാറില്ലേ? നമ്മൾ വീട്ടിൽ പാല് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയാലോ? കംപ്ലൈന്റ് ആയി പോകത്തില്ലേ? കംപ്ലൈന്റ് ആവാതിരിക്കുന്ന അളവിന്റെ പോലും ആയുർവേദിക് ഫാർമക്കോഫിയ കമ്മിറ്റി അംഗീകരിക്കണം. ന്യൂഡിൽസ് നിരോധിക്കാൻ കാരണം എന്തായിരുന്നു? ഹെവി മെറ്റൽസിന്റെ ലെഡിന്റെ അളവ് അതിൽ കൂടിപ്പോയതാ. കൂടിയ പ്രശ്നം എന്താ അറിയോ? ഇത് കഴിച്ച് നമ്മുടെ SLC ആയി A+, സന്തോഷമായി, കേക്ക് മുറിച്ചു, +2 സംഭവമായി. സന്തോഷം കൂടുമ്പോഴാണ് ഒരു വേദന വന്നു. ടെസ്റ്റ് ചെയ്താൽ പോയ സമയത്താ പറയുന്നത് കിഡ്നി ചുരുക്കിപ്പോയി. ദോഷം വരെ 10-15 വർഷം എടുക്കും. നമ്മൾ ഇന്നലെ കഴിച്ചതിന്റെ ദോഷം വന്നു തുടങ്ങി. അതല്ലേ സത്യം? നമ്മൾ വീട്ടിൽ യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ദോഷം വന്നു തുടങ്ങി. പല്ല് തേക്കാറില്ലേ? ഏതാ പ്രൊഡക്റ്റ്? നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാ? കോൾഗേറ്റാ. 6 വയസ്സ് വാണിങ്ങാ. സെൻസോഡൈൻ്റെ മോളോ 12 വയസ്സ് വാണിങ്. എന്തിനാ വാൺ ചെയ്യുന്നത്? ഇന്ത്യൻ നിയമം അതാണ്. അതിലുള്ള കെമിക്കൽ വയറ്റി പോകുന്നുണ്ടോ? എന്നെ ഡോക്ടർ കൊച്ചിയിൽ നിന്ന് 5 പ്രാവശ്യം വായിൽ വെള്ളം കവളി തുപ്പിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം 5 പ്രാവശ്യം വായിൽ വെള്ളം കവളി തുപ്പിയപ്പോൾ അറിയുന്നത് 5ാമത്തെ പ്രാവശ്യം 6ാമത്തെ പ്രാവശ്യം കവളിയിട്ട് വയറ്റ് കുറയുന്നേ ഉള്ളൂ. ആരാ 5 പ്രാവശ്യം വെള്ളം കവളാറുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഇത് കയ്പല്ല, സൂര. അതല്ലേ പ്രത്യേകത. അവിടെയാണ് ഞാൻ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി. ഫുൾ വെജിറ്റേറിയൻ സാധനം ഇതാണ്. നോക്കൂ, ഇതാ കഫ്നിൽ. കഫം നിങ്ങളുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ചുമച്ചു തുപ്പി പോകണം. കഫ്നിൽ ഇല്ലെങ്കിലോ കഫം ഡേഞ്ചറാ, ന്യൂമോണിയ ആയിട്ട് മാറും. അല്ലെ? ഇവിടെയാണ് തുളസിയും തിപ്പല്ലിയും കുളഞ്ഞിയും പുതിനയും ആടലോടകവും കറ്റൂരവും കച്ചോലവും ചെറുവൈദ്യനേക്ക് അടങ്ങുന്ന മധുരം തേന. പൊളി സാധനം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ലീഡറോട് ചോദിച്ചാൽ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. ചുമച്ചു തുപ്പിപ്പോകും. വൂണ്ട് ഹീലിംഗ്, പൊള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സൈൻ മാർക്ക് വരത്തില്ലേ? ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, സൈൻ മാർക്ക് പോലും ഉണ്ടാവില്ല. നിങ്ങൾ പുഴുക്കടി, അണ്ടർവെൻ ഇൻഫെക്ഷൻ, മുഖത്തെ കലക്കി പോലും ബ്ലീച്ച് ചെയ്യാവുന്ന കറ്റാർവായ, മരമഞ്ഞൾ, മഞ്ചട്ടി. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഷുഗർ വന്ന വ്യക്തിക്കാണ്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല, ഡേഞ്ചറാണ്. അവിടെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ചെറിയ പൈസക്ക് കിട്ടും, ഹോൾസെയിൽ റേറ്റിന്. ഇതാ ബ്ലഡ് പ്യൂരിഫയർ. ബ്ലഡ് ശുദ്ധീകരിച്ചുള്ള ഗുണം അറിയോ? 10-70ഓളം ഗുണം കിട്ടും. കുരുക്കള്, ചൊറിച്ചില്, വെരിക്കോസ്, സൊറിയാസിസ്, സ്കിൻ അലർജി, ബ്ലാക്ക് ഡോട്ടുകൾ, കലകളൊക്കെ വരാൻ തുടങ്ങും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. വേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കും. അപ്പൊ ആ ഡോക്ടർ പറയാ ബ്ലഡ് ചെക്ക് ചെയ്യണം, ഹിമോഗ്ലോബിന്റെ കുറവുണ്ട്, ESR കൂടുതലാണ്, ഷുഗർ പ്രശ്നമാണ്, തൈറോയ്ഡ് ബോർഡറിലാണ്. വണ്ടിയൊക്കെ എഞ്ചിൻ മണിക്ക് കൊണ്ട് അവർ കഴിച്ചു നോക്കട്ടെ. അതുപോലെയാണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡിസോർഡർ ആയിരിക്കും. യൂറിൻ ഒന്നും ടെസ്റ്റ് ചെയ്യണ്ട. ടെസ്റ്റ് ചെയ്താൽ പിന്നെ നോക്കേണ്ടി വരില്ല. പൈസ കംപ്ലീറ്റ് പോയി കിട്ടും. എല്ലാം ഡിസോർഡറാണ്. വെള്ളം പോലും കുടിക്കൂല. എന്നിട്ട് പ്രാർത്ഥിക്കും, അസുഖമൊന്നും വരാൻ പാടില്ല. പച്ചവെള്ളം പോലും കുടിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാണ്ട പ്രാർത്ഥന. ഒരു പണിയിട്ട് ചെയ്യയില്ല. ഇതാ സത്യം. യൂറിനിൽ വരുന്ന ഇൻഫെക്ഷൻ അത് സ്റ്റോൺ ആയിട്ട് വന്നു കഴിഞ്ഞാണ്ടാന്ന് വിഷമം അറിയാലോ. സ്റ്റോണ് വന്നാളെ വേദന സഹിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് അലിഞ്ഞ് റിമൂവ് ആയിട്ട് പോകുന്നു. യൂറിനറിയിൽ വരുന്ന ഇൻഫെക്ഷൻ. ലേഡീസിലെ ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്നത് സ്റ്റോണിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ഗൾഫ് മേഖലയിലുള്ള ആളുകൾക്കാണ്. ഈ സ്റ്റോണിന്റെ യൂറിക് ആസിഡിന്റെ ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്കൊക്കെ റിസൾട്ട്. സ്റ്റോൺ അലിഞ്ഞ് പോകുന്ന മലപ്പുറം ജില്ലയിലൊക്കെ റിസൾട്ട്, അത്ഭുത റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നമാണ് യൂറിനറിയിൽ വരുന്ന ഇൻഫെക്ഷൻ ഒക്കെ. യൂറി ഫ്രഷ് ഫീലിംഗ് സിറപ്പ്. ഹിമോഗ്ലോബിന്റെ കുറവുള്ള ആൾക്ക് വിളർച്ച, ലേഡീസിൽ ഏകദേശം ആൾക്കാർക്കും പ്രശ്നമാണ്. അവിടെയാണ് ഫീലിംഗ് സിറപ്പിന്റെ ഗുണം. വുമൺ കമ്പനി ലേഡീസിന്റെ പീരീഡ്സ് ഉണ്ടാകുന്ന വേദന, ഓവർ ബ്ലീഡിങ്, ഡേറ്റ് മാറിപ്പോവുക, ഓവർ യൂട്രസിന് കുരുക്കൾ വരിക. ഇതൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊഡക്റ്റാണ്. എന്റെ ഉമർ ഉസ്താദിനെ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ വുമൺ കമ്പനിയൻ. കൊച്ചിന് ശരിക്കും പറയുകയാണെങ്കിൽ 13 വയസ്സിൽ തുടങ്ങിയ വേദനയ്ക്ക് കല്യാണം കഴിച്ചു, 2 കൊച്ചുങ്ങളായി. എന്ന ശേഷം വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ലാതിരുന്ന സമയത്താണ് ദൈവഭാഗ്യം കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മാറ്റമാണ്. ആ കോവിഡ് സമയത്ത് ഇത് പഠിക്കാൻ തീരുമാനിച്ചതാണ് ഭാഗ്യമായിട്ട് ഉമർ ഉസ്താദിന് വന്നത്. ഒരു പ്രൊഡക്റ്റിലൂടെ ഈ ആശയം വന്നത്. എതിരും വരും പഠിക്കാൻ തീരുമാനിച്ച ഒരു പ്രൊഡക്റ്റും റിജക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ.
അത് നിങ്ങൾ പഠിച്ചു നോക്കൂ. ഈ കുറുന്തോട്ടിയും ഞെരിഞ്ഞിലും മുത്തങ്ങി ഇരട്ടി മതിൽ ഓവറിന്റെ യൂട്ടസിനെ ഫംഗ്ഷൻ കറക്റ്റ് ആക്കുന്ന ആയുർവേദ ഹെർബാണ്. അതിൽ പച്ചൂട്ടി മഞ്ചട്ടി അരണമരവും വേദന റെഗുലേറ്റ് ചെയ്യും. ബ്രഹ്മി കണ്ടില്ലേ, സങ്കുഷ്പം, അമുക്കുരം, അശ്വഗന്ധ, മൂഡ് ചേഞ്ചിങ്. ദേഷ്യമായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാ പറയും, കൊല്ലൊക്കെ ഞേരിച്ചിട്ട്. അത്ര പിരിമുറുക്കുള്ള സമയം. അവിടെയാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ആയുർവേദത്തിൽ ഫസ്റ്റ് ക്വാളിറ്റി ഹെർബുള്ള ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ഫുഡ് സപ്ലിമെന്റ് ആണ്, മരുന്നല്ല. ലിവാഗെയിൻ, ഗ്യാസ്, നെഞ്ചരിച്ചില്, പുണ്ണ്, അസിഡിറ്റി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമല്ലേ. വയറ് വീർത്തിക്കുക, പുളിച്ചിട്ട് വരിക, ദേഹം ലേമ, വിശപ്പിൽ ലേമ, പല്ലിന്റെ പണി ചെയ്യുന്നില്ല, ചവയ്ക്കുന്നില്ല. പല്ലതിനെ വെച്ചിരിക്കാം, ചിരിക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടാ. നമ്മുടെ വിചാരം അതൊക്കെയാ അല്ലെ, പല്ല് ക്ലീൻ ചെയ്യുന്ന പോലും. അതാ സംഭവം. ഇവിടെയാണ് നമ്മുടെ ലിവഗെയിന്റെ പ്രത്യേകത. ലിവറിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആക്കും. ലിവർ പണിമുടക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മൾ ചവയ്ക്കുന്ന പോലും ഇല്ല. തൈറോയ്ഡ് ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ വില്ലൻ തൈറോയ്ഡാണ്. ലേഡീസിന്റെ കയ്യിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് അറിഞ്ഞിട്ടില്ല, വലിയ പണി മുടിയൊക്കെ ജടപിടിച്ച് കഷ്ടപ്പെടും. അവിടെയാണ് തൈ ഹെൽത്തും. അതിന്റെ കൂടെ നമ്മളൊരു ജ്യൂസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ഏത് പ്രൊഡക്റ്റിന്റെ കൂടെയും നമ്മുടെ ബെറികളുടെ ജ്യൂസ് ഞാൻ പറയാം, അതുകൂടെ ഏഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം കാണാം. ഇങ്ങനെ നോവേന ക്യാപ്സ്യൂൾ, പഴകിയ മുട്ടുവേന, ആർത്രൈറ്റിസ്, ആമവാദമല്ലേ, ആമവാദത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയ്ക്കും വലിയ റിസൾട്ട് ആണ്. ഇമ്മ്യൂണോ, കുടലിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആക്കുന്ന ത്രിഫലയാണ് താനിക്ക, നെല്ലിക്ക, കടുക്ക. മോഷൻ കറക്റ്റ് അല്ലാത്ത പൈൽസിന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പൈൽസിന്റെ പ്രൊഡക്റ്റ് വേറെ വന്നിട്ടുണ്ട്. പൈൽസിന് വേണ്ടി മാത്രം പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ബിലോ 37 ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന പനിയില്ലേ, ചുക്ക് കാപ്പി കഴിക്കാറില്ലേ മുമ്പത്തെ പ്രായമുള്ള ആൾക്കാർ പറയുന്നത്, ചുക്ക് കാപ്പി, കുരുമുളകും ചുക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പി ഉണ്ടാക്കാറില്ലേ, ഈ നമുക്ക് അസ്വസ്ഥതൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. അതാണ് ഇത്. കിരിയാത്ത്, നീലവേപ്പ്, നെല്ലിക്ക, തുളസി, തൃകടു, കുരുമുളക്, ചുക്ക്, തിപ്പല്ലി. അതിൽ കൂവളവും കടിക്കയും ചിറ്റാമ്പളും തിപ്പല്ലി വിഷാംശങ്ങളെ പുറന്തള്ളൂ. 8 മണിക്കൂർ എടുത്തിട്ട് കഴിച്ചു നോക്കണം. 8 ദിവസം കഴിഞ്ഞിട്ട് പനി മാറുന്നില്ലെങ്കിലോ ഡോക്ടറെ കാണിക്കണം. കാരണം ഡോക്ടർ വെറുതെ അല്ല പഠിച്ചിരിക്കുന്നത്. അവിടെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് യൂറിൻ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഡ്യൂട്ടിയാണ് ഡോക്ടർക്ക്. അതുവരെ നമ്മൾ വെറുതെ പാരസെറ്റമോൾ ഒക്കെ വാങ്ങി കഴിച്ചിട്ട് കിഡ്നി പോക്കരുത്. ചുക്ക് കാപ്പി 3 വർഷം സമയമുണ്ട് നോക്കാം. വെൽ ഹാർട്ട്, ചീത്ത കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ, ട്രൈഗ്ലിസറിൻ കൂടി കഴിഞ്ഞാൽ ബ്ലോക്ക് ഉറപ്പാണ്, പെട്ടെന്ന് വീസ കിട്ടും. അവിടെയാണ് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാണ്ടാക്കുന്ന. പണ്ട് ഉലുവക്കഞ്ഞി കുടിക്കാറില്ലേ, നമ്മുടെ ഉലുവക്കഞ്ഞി എണ്ണയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുക. രോമങ്ങളൊക്കെ ചേറ് പിടിച്ച് അടഞ്ഞു പോകാതിരിക്കാൻ പീച്ചിങ് യൂസ് ചെയ്യായിരുന്നു. അവിടെയാണ് കർക്കിടക മാസം നമ്മൾ ഉലുവക്കഞ്ഞി യൂസ് ചെയ്യാറുണ്ട്. തണുപ്പ്, ഉലുവ ചൂടായതുകൊണ്ടാണ്. അവിടെയാണ് സംസ്കരിച്ച ഉലുവ, നിർമ്മരുത്, ചിറ്റാമൃത്, ശതാവരി, മുന്തിരി അടങ്ങുന്ന 18 വയസ്സ് കഴിഞ്ഞ ഹാർട്ട് ഉണ്ടെങ്കിൽ കഴിക്കാനാ പറയുന്നത്. ഒരു കോഴ്സ് ആയിട്ട് കഴിക്കണ്ടു. ഉലുവക്കഞ്ഞി ഒരു വർഷത്തിൽ 1 പ്രാവശ്യം കഴിക്കാറില്ലേ, മാസത്തിൽ അല്ലേ, കർക്കിടക മാസത്തിൽ. അതുപോലെ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ പീസ് 95 ബെറികളുടെ ജ്യൂസാണ്. 11 ബെറി, നോനി, നെല്ലിക്ക, കറ്റാർവാഴ. ഓരോ ബെറിയുടെ വില നോക്കിയാൽ നിങ്ങൾ പേടിച്ചു പോകും. അജ്ഫാല്, ലുലുലൊക്കെ പോകുമ്പോൾ വില നോക്കിയാൽ മതി. അസായി ബെറിയുടെ ഒക്കെ വില കേട്ടാൽ ഞെട്ടിപ്പോവും. ആ വില പോലും ഇതിനില്ല. 11 ബെറിയുടെ നോനിയും നെല്ലിക്കയും കറ്റാർവാഴ അടങ്ങുന്ന 9 ലക്ഷം ഒറാക് വാല്യുള്ള ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി 9 ലക്ഷം ഉള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് സാഷ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഇല്ല. ഇത്രയും ഒറാക്കുള്ള, ഹൈ ഒറാക്ക് വാല്യൂ ഉള്ള അസാധ്യമാണ്. സ്ട്രോക്ക്, പാർക്കിസൺസ്, പാരാലിസിസ്, യൂറിൻ ഇൻഫെക്ഷൻ, തൈറോയ്ഡ്, ക്യാൻസർ ഒക്കെ വരാതിരിക്കാൻ നമ്മൾ ആന്റി ഓക്സിഡൻസ്, പോഷകങ്ങൾ വർക്ക് കറക്റ്റ് അല്ല. അരി ഭക്ഷണം കഴിച്ച് ജോലി ചെയ്യുന്ന ഒരു പൊറോട്ട കഴിക്കുന്നത് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതാ സത്യം. കവചപ്രാശ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ശരിക്കും. ലേഹ്യമാണ് ചവനപ്രാശം. കോവിഡ് വന്ന സമയത്ത് വൈറസിനെയും ഫംഗസിനെയും പ്രതിരോധ ശക്തിക്ക് മാത്രമേ കീഴടക്കാൻ പറ്റുമെന്ന് എല്ലാ മന്ത്രിസഭയും പറഞ്ഞു അല്ലെ. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അടക്കം പറഞ്ഞു. ആയുഷിന്റെ പ്രീമിയം മാർക്ക് കിട്ടിയ ഉൽപ്പന്നത്തിൽ ഇന്ത്യയിൽ ഉള്ള ഉൽപ്പന്നമാണ് ലേഹ്യമാണിത്. അലർജിയും തുമ്മലൊക്കെ ഉള്ള ആളുകൾക്ക്, തുമ്മിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അസാധ്യ പ്രൊഡക്റ്റാണ്. മക്കൾക്കില്ലേ, വിശക്കാത്ത മക്കളെ അത് നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഒരു ബോട്ടിൽ കൊടുത്തു നോക്കൂ. രമ്മി മെയിൻ കണ്ട ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഈ സാധനം. കവച് ആണ് അതിന്റെ പ്രത്യേകത. നെല്ലിക്ക, അമുക്കുരം, ഇരട്ടി മധുരവും, രമ്യയും, കുങ്കുമപ്പൂവും, കടുക്കയും, ചിറ്റാമതും, ശതാവരി, കറ്റാർവായി കടക്കുന്ന 42 ഇൻഗ്രീഡിയൻസ്, 28 സൂപ്പർ ഹെർബാണ്. തേനും ശർക്കരയൊക്കെ മധുരമായിട്ട് വരുന്നുണ്ട്. ഡയബ ലൈഫ് ഷുഗറിന് വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത പ്രൊഡക്റ്റാണ് ഇത്. നിങ്ങളെ പാൻക്രിയാസിന്റെ മോട്ടോറിനെ നന്നാക്കി റീകണ്ടീഷൻ ചെയ്യുന്ന, ബോഡി ഉത്പാദിപ്പിക്കുന്ന ലെവലിലേക്ക്, ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ലെവലിലേക്ക് ഇത് മാറ്റും. ഷുഗറിനെ പുറത്തുനിന്ന് കൊടുത്ത് കഴിഞ്ഞാൽ കിഡ്നി പോവും. അവിടെയാണ് വെളുത്തുള്ളിയിലെ അതിനെ സ്റ്റെബിലൈസ്, അലിസിൻ, കൈപ്പയും, കറുവപ്പട്ടയും, ചീരയും, ചക്കരക്കൊല്ലിയും, അടക്കയൊക്കെ അടങ്ങുന്ന പാറ്റൻസി വിത്ത് ആയുഷിന്റെ പ്രീമിയം മാർക്ക് കിട്ടിയ ഏതൊരു വ്യക്തിയുടെയും
ബോഡിയുടെ അവയവങ്ങളെ കറക്റ്റ് ആക്കുന്ന ഉൽപ്പന്നമാണ്. വന്നിട്ട് കഴിക്കേണ്ടതല്ല ശരിക്കും ഇത്. പാരമ്പര്യമുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് കഴിക്കണം. വലിയ വില്ലനാണ്. ന്യൂട്രി ലൈഫ് മെലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ബോഡിയിൽ എല്ലാം കുറവായിരിക്കും. കാൽസ്യം ഉണ്ടാവില്ല, ബോളിക് ആസിഡ് ഉണ്ടാവില്ല, പൊട്ടാസ്യം ഉണ്ടാവില്ല, വൈറ്റമിൻസ് ഒന്നും ഉണ്ടാവില്ല. ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉൽപ്പന്നമാണ്. അസ്ഥിയുരുക്കത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന 3 ഫ്ലേവർ ഉണ്ട്: മാംഗോ, വനില, ചോക്ലേറ്റ്. ഇങ്ങനെ ചാമ്പ്യൻ തൈലം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. തേച്ച് കുളിക്കുന്ന മസാജിങ് ഓയിൽ ഉണ്ട്. സ്പൈരുലിന ഗോൾഡ് സൂപ്പർ ഫുഡായിട്ട് അംഗീകരിച്ചാണ് സ്പൈരുലിന. 32 ഭക്ഷണം കഴിച്ച ഗുണം കിട്ടും സ്പൈരുലിനയ്ക്ക്. എത്ര സംസാരിച്ചാൽ ക്ഷീണം വരാത്തതിന്റെ ഗുണം സ്പൈരുലിന യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്, സൈക്ലോവ PCOD പ്രശ്നത്തിനുണ്ട്, ആസ്മ ആയുഷ്വാസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ലീഡർമാരോട് ചോദിച്ചാൽ മതി. ഇങ്ങനെ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ ഞാൻ പറഞ്ഞു, പേസ്റ്റ്, അതിൽ പലരുടെ മഞ്ഞ കളറുള്ള വേസ്റ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള വേസ്റ്റ് ഉണ്ട്, വില കുറഞ്ഞ വേസ്റ്റ് ഉണ്ട്, എല്ലാ കാറ്റഗറിയും ഉണ്ട്. മുടി കൊഴിച്ചിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന, മുടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചീത്ത പറയും. അതൊക്കെ മേലെ റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. താരനുള്ളതുണ്ട്, കംപ്ലീറ്റ് കെയർ ഉണ്ട്, ഡേ പ്രൊട്ടക്റ്റിംഗ്, നൈറ്റ് പ്രൊട്ടക്റ്റിംഗ്, ഹാൻഡ് വാഷ്, ഫെയർനെസ് സ്കീമുകൾ ഉണ്ട്. ഫെയർനെസ് സ്കീമും ഫേസ് വാഷും ഭയങ്കര കോമ്പിനേഷൻ ആണ്. സൂര്യതാപം കൊണ്ട് ഫെയ്ഡായി പോയിട്ടുണ്ടെങ്കിലൊക്കെ മാറ്റം അത്ഭുതമാണ്. ഇങ്ങനെ ബാത്തിങ് ബാറുകൾ, നീം, കുരുകല, മുടിച്ചൂടിന് മുതലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കണ്ടീഷണർ ഉണ്ട്. ഇങ്ങനെ കാറ്റഗറി വരുന്ന വീട്ടിൽ നിത്യോപയോഗിക്കുന്ന ബാത്റൂം ക്ലീനറും, ഡിഷ് ലിക്വിഡ്, ഡിഷിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. അലക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നമ്മളെ മഞ്ഞപ്പൊടി ഇട്ട് നോക്കാം. ലേഡീസിന്റെ പാഡ് ഉണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി പാഡ്. ഇതൊക്കെ ഏറ്റവും കെയർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് ചെറിയ പൈസക്കുള്ള സോപ്പുകൾ, പേസ്റ്റുകൾ, സോപ്പുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പൗഡറുകൾ, സ്പ്രേകൾ, ഇൻഹേലിയർ, ഇതെല്ലാം മേടിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് തീർക്കും. രജിസ്ട്രേഷൻ ചെയ്യാം, പൈസ ഒന്നും വേണ്ട. ആധാർ കാർഡ് കൊടുക്കുക, ലീഡർമാരിലേക്ക് നിങ്ങളുടെ നോമിനി ഡീറ്റെയിൽസും കൊടുക്കുക. നിങ്ങളെ പേരും അഡ്രസ്സും കൊടുത്താൽ ഒരു യുണീക്ക് ID നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അതിന് പൈസ ഒന്നും വേണ്ട, പേടിക്കേണ്ട. ഈ യുണീക്ക് ID എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ ഷോറൂമിൽ എവിടെയും പോയിട്ട് മേടിക്കാം. ID ഉപയോഗിക്കണമെന്ന് മാത്രം കേട്ടോ. എവിടുന്ന് മേടിക്കാം, യുവർ ചോയ്സ്, നിങ്ങൾ ഇഷ്ടം പർച്ചേസിങ്. എന്നതിന് ശേഷം യൂസ് ചെയ്യണം. ഒരു കമ്പനി പറയുന്നത് കേട്ടെ, യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ റെക്കമെൻഡ് ചെയ്യണ്ടൂ. നമ്മളൊരു പ്രൊഡക്റ്റ് നല്ലതാണെന്ന് എങ്ങനെ അറിയാം? യൂസ് ചെയ്താൽ അറിയാലോ. ഞാൻ എത്ര നല്ല മഹത്വം പറഞ്ഞാലും യൂസ് ചെയ്താൽ നിങ്ങൾ പറയില്ലേ, വിജയോ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്, സത്യല്ലേ? പിന്നെ എന്ത് ബന്ധം? ഇവിടെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. ഏറ്റവും വില കുറഞ്ഞ ഉൽപ്പന്നം 24 റുപ്യന്റെ ഏത് മുടി ക്ലീൻ ചെയ്യുന്ന കോക്കനട്ട് ഷാമ്പു യൂസ് ചെയ്യും എന്നിട്ട് പറഞ്ഞാൽ മതി. കമ്പനി പറഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്തു, നല്ലതാണെങ്കിൽ റെക്കമെൻഡ് ചെയ്താൽ മതി. അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റെങ്കിൽ, നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ഓഫ് ദ മൗത്ത്, ആ പരസ്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 9 ലെവലിലേക്ക് അവിടെ കിട്ടും. ഒന്നാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണൽ ഡിസ്കൗണ്ട് മേടിക്കാം. എങ്ങനെ? നിങ്ങൾക്ക് ലേഹ്യം മേടിക്കണം. നിങ്ങൾ ID ഉപയോഗിക്കാൻ പൈസ വേണ്ട. ID ഉപയോഗിച്ചാൽ 440 രൂപ കുറയും. ഡാബറിന്റെ ചവനപ്രാശത്തിന് മുകളിൽ 10 രൂപ കുറയോ? ഇല്ല. ഒരു പ്രൊഡക്റ്റിന്റെ മുകളിലാണ്. ഒരു പേസ്റ്റ് മേടിക്കുമ്പോൾ 19 രൂപേന്റെ വ്യത്യാസം വരും. ഒരു ഇൻഹേലർ മേടിക്കുമ്പോൾ 50 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഒരു എയർ ഓയിൽ മേടിക്കണം ഉപയോഗിച്ചാൽ, ഇന്ദുലേഖ മേടിക്കുമ്പോൾ എത്ര പൈസ? 200 ml 900-1000 രൂപ കൊടുക്കണ്ടേ? ഇവിടെ 358 രൂപയ്ക്ക് 126 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഒരു ഉൽപ്പന്നം ID എടുത്താൽ പേഴ്സണൽ ഡിസ്കൗണ്ട്. സാധാരണക്കാരന് ഡിസ്കൗണ്ട് കിട്ടുമല്ലോ, അത് ഭാഗ്യല്ലേ? അതിന് പൈസ കൊടുക്കണ്ടല്ലോ, വേണ്ട. ഇനി വാങ്ങിയ ഉൽപ്പന്നം വിറ്റാലോ? അതല്ലേ കച്ചവടം. നമ്മൾ ഉൽപ്പന്നം മേടിച്ചു, വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിറ്റാലോ? 10 കവചപ്രാവശ്യം വിറ്റാൽ 4450 രൂപ കിട്ടും. ഞാൻ നിങ്ങളെ വീട്ടിൽ ജോലിക്ക് വന്നാൽ എത്ര കൂലി തരിക? 1000 രൂപ അല്ലേ? 8 മണിക്കൂർ പണി കഴിഞ്ഞതിൽ ഒരു അരമണിക്കൂറിൽ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്നതിൽ 10 മിനിറ്റ് അധികമായി പോയാലോ? ജോലി പോയി അല്ലേ? 8 മണിക്കൂർ പണി ചെയ്താൽ 1000 രൂപ കിട്ടുക. അതിന്റെ കഷ്ടപ്പാട് നമുക്കറിയാം. ഇവിടെ 10 കവചപ്രാവശ്യം നിങ്ങൾ ഇഷ്ടത്തിന് വിറ്റാൽ 4450 രൂപ പോക്കറ്റിലുണ്ടാവും. 10 എയർ ഓയിൽ വിറ്റാൽ 1200 ചില റുപ്യ ഉണ്ടാവും, നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്തുകൊണ്ട് നിൽക്കാം? റീറ്റെയിൽ പ്രോഫിറ്റ് വേറെ കിട്ടും. അതല്ല നിങ്ങൾ പറയാം, കിട്ടിയ പൈസക്ക് തന്നെ കൊടുത്താലോ? ആ ടേൺ ഓവർ കണക്കാക്കും. നിങ്ങളുടെ ടീമിന്റെയും നിങ്ങളുടെയും ടേൺ ഓവർ കണക്കാക്കി വീക്കിലി ഇൻകമാണ് ഇടനിലക്കാരന് പോകുന്ന പൈസ നിങ്ങൾക്ക് തരും വീക്കിലി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പെർഫോമൻസ് ആയിട്ട് വേറെ ഒരു വരുമാനമുണ്ട്, മന്ത്ലി ഒരു വരുമാനമുണ്ട്, റാങ്ക് എത്തുമ്പോൾ ഒരു വരുമാനം വേറെ ഉണ്ട്, ഓവർ റൈഡിങ് ഉണ്ട്, റോയൽറ്റി ഉണ്ട്. റാങ്ക് എത്തുമ്പോൾ ഫോറിൻ ട്രിപ്പ് ഉണ്ട് ഫ്രീ ആയിട്ട്. നമ്മുടെ റസാഖ് സാറ് വിൻ ചെയ്തു. ഞാൻ 5 പ്രാവശ്യം വിദേശ ടൂർ പോയിട്ടുണ്ട്, ഫ്രീ ആയിട്ടാണേ പോയത്. എയർപോർട്ട് ടു എയർപോർട്ട് ഫ്രീ.
എവിടെയൊക്കെ? സിംഗപ്പൂർ, ഇന്തോനേഷ്യക്കല്ലേ, മലേഷ്യ, തായ്ലൻഡ്. 5 പൈസ കൊടുക്കാണ്ടാണ് ഫോറിൻ ട്രിപ്പ്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? പോട്ടെ, ഒരു സർക്കാർ ജോലിയുള്ള ആളാണ്, എന്തെങ്കിലും സംഭവിച്ചാലോ? നോമിനിക്ക് അതിന്റെ ഗുണം കിട്ടത്തില്ലേ? ഇല്ലേ? നോമിനിക്ക് ശേഷം കിട്ടുമോ? ഇല്ല. ഇവരാണ് തലമുറയോളം കിട്ടും. അതാണ് ഇതിന്റെ ഇൻകം പ്ലാന്റെ പ്രത്യേകത. ഈ ബിസിനസ് പ്ലാൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എല്ലാം റെഡിയാണോ? നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയോ? മനസ്സ് റെഡിയാണോ? അവിടെ എത്തിയിട്ടുണ്ടോ? അപ്പൊ ഈ പ്ലാൻ ആണ് ശരിക്ക് ഒരാൾക്ക് അറിയാത്തത്. ലോക അത്ഭുതം ഞാൻ പറയാൻ പോകുന്നത്, ലോക അത്ഭുതമാണ് ഇതിന്റെ ഇൻകം പ്ലാന്. അതെങ്ങനെ? ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഒരു ഐഡിയ എടുത്ത് നമ്മൾ ഐഡിയ ഉപയോഗിച്ചു നമുക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇല്ലേ, നല്ലതായത് കൊണ്ട് ഇത് ഓർഗനൈസേഷൻ 1 ഉണ്ട്, ഓർഗൻ 2 ഉണ്ട്. 2 സൈഡ് ഉണ്ട് ഇതിന്. നമുക്ക് 2 കൈ അല്ലേ, ഹാൻഡ് അല്ലേ, ഇടത് വലത്ത് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ 1, ഓർഗൻ 2. ഇവിടെ മാച്ച് ആവാതെ ഇൻകം കമ്പനി അയച്ചു കൊടുക്കത്തില്ല. ഒരു സൈഡ് മാത്രം ബിസിനസ് നടന്നാലോ ക്യാരി ഫോർവേഡ് അവിടെ കിടക്കും. എപ്പാണ് മാച്ച് ആകുന്നത്? ഏത് ആഴ്ചയിലാണ് മാച്ച് ആകുന്നത്? ആ മാച്ചിങ് സമയത്ത് അതിന്റെ 12% ക്യാഷ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. KYC, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതെങ്ങനെ? ഒരു ഉദാഹരണം പറയാണ്. ഓർഗനൈസേഷൻ 1 എയും ബിയും ആരാ? നിങ്ങൾ ബന്ധുക്കൾ അല്ലേ, റിലേറ്റീവ് വരുന്ന കുറച്ച് ആൾക്കാരില്ലേ, നമ്മൾ സ്വന്തം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഇവർ കുറച്ച് ഉൽപ്പന്നം മേടിച്ചു, എയും ബിയും. ഓർഗൻ 2 സിയും ഡിയും ഇയും ആരാ? ക്ലാസ്മേറ്റ്, സ്കൂൾ മേറ്റ്, നൈബേഴ്സ് ആയിട്ട് വരുന്ന കുറെ ആളുകളല്ലേ. ഇവർ ഉൽപ്പന്നം മേടിച്ച് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാ. ഒരു ഉദാഹരണം, ഒരാഴ്ച കൊണ്ട്, ഒരു ദിവസമല്ല 7 days, ഒരു വീക്ക് അല്ലേ, ഒരു 10,000 ബിസിനസ് വോളിയം നടന്നു. എന്താ ബിസിനസ് വോളിയം? എമൗണ്ട് എത്ര വരുന്നു, ആ എമൗണ്ടിന്റെ 70% BV കണക്കാക്കുക. കാറ്റഗറി അതിനൊരു എലമെന്റ്സ് 1 and 1 ബ്രാൻഡുകളുണ്ട്. അവിടെ നിങ്ങൾ ഉൽപ്പന്നം മേടിക്കുമ്പോൾ BV കണക്കാക്കുക. ഉദാഹരണം, ഒരു 10,000 BV നടന്നു എന്ന് കൂട്ടിക്കോ. അവർക്ക് 2ലും 10,000 നടന്നു ഒരു വീക്ക് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 12% 1,200 രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. ഇവിടെ വിറ്റ പൈസയോ അത് നിങ്ങളെ പോക്കറ്റിൽ ഉണ്ടാവും. BVയുടെ ഇതാണ്, BV ആണ് ഇതിൽ കണക്കാക്കുന്നത്. എമൗണ്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം, ഹോൾസെയിൽ പോകുന്നതിന്റെ കാര്യമാണ് BV കണക്കാക്കുക. 70%. നെക്സ്റ്റ് വീക്ക്, ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങളെ കൂടെ അറിഞ്ഞോ അറിയാതെയോ ബന്ധുവായിട്ട് സുഹൃത്തായിട്ട് 5 പേര് വന്നിട്ടുണ്ട്. നിങ്ങളും ഞങ്ങളോ? ടീം വർക്ക്. ഒറ്റയ്ക്ക് ചെയ്യാൻ റിസ്ക്കാ. ജോബ് ഒറ്റയ്ക്ക് ചെയ്യണം. നമ്മൾ സ്മാർട്ട് ആണെങ്കിൽ മാത്രമേ അങ്ങോട്ടും പ്രൊമോഷൻ കിട്ടൂ. ഇവിടെ ടീം, നമ്മളെക്കാട്ടും കഴിവുള്ള ആൾ എയിലും ബിയിലോ അവരെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ 20,000 വന്നാലോ 2,400. അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ മൾട്ടിപ്പിൾ ആയി പോവോ? ഇല്ല. കച്ചവടം അങ്ങനെയല്ലല്ലോ. എല്ലാ ദിവസവും എല്ലാ ഏരിയയിലും ഒരേപോലെ കച്ചവടം നടക്കാറില്ല, ഇല്ലേ? മലബാർ ഗോൾഡിന്റെ എല്ലാ ഷോറൂം ഒരേപോലെയാണോ? കോഴിക്കോട് നടക്കുമ്പോഴാണോ ദേവേണ്ടോ നടക്കുന്നത്? അല്ല. ഓരോ ഏരിയയിലും ഓരോ. അക്ഷയ തൃതീയക്ക് ഭയങ്കര കച്ചവടമായിരിക്കും, സീസൺ കച്ചവടം ഒക്കെ പറയും പോലെ. ഇവിടെ 3ാമത്തെ ഏതോ വീക്ക് 1,00,000 വന്നു. അവർക്ക് 2 lakh. അപ്പൊ ഇതെങ്ങനെയാ മാച്ച് ആവുക? ഏറ്റവും ചെറുത് എവിടെയാ? 1. 1ഉം 2ഉം കൂട്ടിയിട്ട് 3ആക്കി പകുതിയാക്കത്തില്ല. ഇവിടെ ഏറ്റവും ചെറുത് 1ആണ്. 1 അവർക്ക് 1 എടുക്കും, 1,00,000 അവർക്ക് 2 എടുത്തിട്ട് അതിന്റെ 12% നിങ്ങൾക്ക് തരും, 12,000. അപ്പൊ ഇവിടെ ഡൗട്ട് വരും, ഇത് ക്യാരി ഫോർവേഡ് ചെയ്യോ? ബാലൻസ് നിങ്ങൾ സിം മേടിച്ചിട്ട് 3-4 മാസം യൂസ് ചെയ്തിട്ടില്ലെങ്കിലോ ആ സിം എന്താ സംഭവിക്കുക? സിം കയ്യിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ആ കട്ടായി പോയിണ്ടോ. ഇവിടെ 5-8 മാസം യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ സംഭവിക്കാലോ. ഇതവിടെ കിടക്കും 1,00,000. എനി ടൈം നിങ്ങൾ മാച്ച് ആകുന്നപ്പാ ഇതാ വീക്ക് 5,00,000 വന്നു. ഈ സമയത്ത് ഈ സൈഡിൽ 4,00,000 വന്നിട്ടുള്ളൂ. അപ്പൊ മോളിരിക്കുന്ന 1,00,000 താഴോട്ടാക്കിയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. 5 ആയിട്ടാ കണക്കാക്കുക വീക്ക്. ഇരിക്കുന്നുണ്ടോ? 5,00,000ന്റെ 12% മാച്ചിങ് BVയുടെ 60,000 രൂപ വീക്കിലി ഇൻകം അവിടെ ഉണ്ടാവും. ഒരാഴ്ചയാണേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. പുതിയ ആളുകൾ, കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. മാസം കല്യാൺ ജ്വല്ലറിന്റെ മാനേജർ അടുത്ത പോസ്റ്റ് കയറാണ്ട് ഞാൻ എന്ത് തലകുത്തി മറിച്ചിട്ടും എനിക്ക് 60,000 മുകളിൽ കിട്ടൂല. 50ന്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് സോണൽ മേയർ ആവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്, അല്ലേ? ഈ വീഡിയോ അടുത്ത സ്റ്റെപ്പോട് ഞാൻ പറയാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളെ കൂടെ വരുന്ന വ്യക്തികൾ ആദ്യം ആരായിരിക്കും? നമ്മളോട് ഇന്റിമേറ്റ് പറയുന്ന ആരായിരിക്കും? സ്വന്തക്കാരെന്ന് പറയുന്ന പോലെ ആർക്കല്ലേ? ഫ്രഷ് സെയിൽ. നിങ്ങളോട് ഇഷ്ടം കൊണ്ട് ഒരു വേസ്റ്റ് മേടിച്ചു, സോപ്പ് മേടിച്ചു, നോക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടം കൊണ്ട് മാത്രം മേടിച്ചതാ. ഇവർ നല്ലതാണെങ്കിൽ മാത്രമേ റീപർച്ചേസ് ചെയ്യൂ, അല്ലേ?
ഒരു പേസ്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കിട്ടും? ഒരു പേസ്റ്റ് ഒരു 5-6 ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീരും. ആ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും മേടിക്കും. അപ്പൊ ഞാൻ 100 പേർക്ക് പേസ്റ്റ് കൊടുത്ത ആളാണെന്ന് കരുതുക. ഈ 100 പേരും പേസ്റ്റ് യൂസ് ചെയ്ത് തീർന്നു പോയാൽ റീപർച്ചേസിങ് ചെയ്യത്തില്ലേ? അതാണ് റീപർച്ചേസിങ്. നല്ലതാണെങ്കിലേ മേടിക്കും. റീറ്റെയിലിംഗ് എല്ലാവരും ചെയ്യത്തില്ല. ചില ആള് മിടുക്കന്മാരാണ്, നന്നായിട്ട് വാങ്ങി വിൽക്കുന്നുണ്ട്. എയർ ഓയിലൊക്കെ വിൽക്കുന്ന ലേഡീസ് നന്നായിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങി വിറ്റാല് പൈസ വേറെ ഉണ്ടാവും. അങ്ങനെ വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. സെൽഫ് യൂസേജ് ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർക്ക് സമയം ഉണ്ടാവത്തില്ല. എത്തിച്ചു കൊടുത്ത് അവര് വീണ്ടും വാങ്ങും, യൂസ് ചെയ്യും, റീപർച്ചേസ് ചെയ്യും. ഹോം ഷോപ്പിംഗ് കുടുംബശ്രീക്കാരൊക്കെ അവരെ സ്വന്തക്കാർക്ക്, അവരെ അയൽവാസികൾക്ക് അവരിലൂടെ ഇതെന്ത് ചെയ്യും? കൈമാറ്റം നടത്തിക്കോട്ടെ, നമ്മൾ സഹായിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇവരെ കെയർ ഓഫ് ആര് വരും? കഴിവുള്ള ബിസിനസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ബിസിനസ് മൈൻഡുള്ള, പണമുള്ള ആളുകൾ, യൂത്ത് വരും. അത് നിങ്ങളുടെ ബന്ധുവിന്റെ, സുഹൃത്തിന്റെ കെയർ ഓഫ് ആയിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ബിസിനസ് ടേൺ ഓവർ കൂടുമ്പോൾ 10 ലക്ഷം വന്നാൽ ആ ഐഡിയയുടെ കീഴിൽ വന്ന് പെട്ട 1,20,000 ഉണ്ടാവും. ഇങ്ങനെ കൂടുതൽ വന്നാലോ, അവിടെയാണ് കമ്പനി ലിമിറ്റ് പറയുന്നത്. സീലിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ഐഡിയയുടെ കീഴിൽ, നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ കൂടെ 1000 വ്യക്തികളുണ്ട് ഉൽപ്പന്നം മേടിക്കുന്നേ. എന്റെ കൂടെ 1000 വ്യക്തികളുണ്ട്. 1000 വ്യക്തികൾ, 900 വ്യക്തികൾ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു ഇടയ്ക്ക് വേസ്റ്റ് ഒക്കെ മേടിച്ച് പോകുന്ന ആൾക്കാരാണ്. 100 വ്യക്തികൾ ഏതോ ഒരാഴ്ചയിൽ ഒരു ദിവസം 1 ലക്ഷത്തിന്റെ പർച്ചേസിങ് നടത്തി. അങ്ങനെയാണെങ്കിൽ സതകത്തുള്ള സാർ എന്ത് ചെയ്ത് 1 ലക്ഷത്തിന്റെ പർച്ചേസ് നടത്തി. അങ്ങനെ എന്റെ ഇവിടെ 100 ആളുകൾ ഒരു ഏതോ ആഴ്ച മേടിച്ചപ്പോ 1 കോടി ബിസിനസ് നടക്കില്ല ഏതോ ആഴ്ചയിൽ അവിടെ. അങ്ങനെ മാച്ച് ചെയ്താലോ? വേണ്ട. 1 കോടി പറയുമ്പോൾ നമുക്ക് ഒരു വിഷമായിരിക്കും. ഇപ്പൊ 40 ലക്ഷം ഒരാഴ്ച നടന്നു. ഈ സൈഡ് 50 ലക്ഷം വന്നു. അപ്പൊ 40 ലക്ഷം അല്ലേ മാച്ച് ആവേണ്ടത്? ചെറുത് 40 അല്ലേ? 40 ലക്ഷത്തിലെ 12% എത്രയാ? ഏകദേശം 4 ലക്ഷം. ഇവിടെയാണ് കമ്പനി പറയുന്നത്, ഒരു ഐഡിയയുടെ കീഴിൽ ഒരാഴ്ചയിൽ നിങ്ങൾ എത്ര ആളെ വെച്ചാലും, എത്ര ഷോപ്പിന്റെ എണ്ണം കൂട്ടിയാലും, എത്ര കച്ചവടം നടന്നാലും ബീവി മാച്ച് ആവും. പക്ഷേ 17 ലക്ഷത്തിന്റെ വരുമാനമേ ഒരാഴ്ച കൊടുക്കാൻ പറ്റൂ. അതാണ് നേരത്തെ നമ്മുടെ അഷിക മേഡം പറഞ്ഞ 2,10,000 വീക്കിലി കിട്ടുന്നു എന്ന് പറഞ്ഞ സാധനം ആഴ്ചയിൽ 2,10,000. അത് പറയുമ്പോ കഴിഞ്ഞ മാസത്തിലെ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞത് അല്ലേ, ആ മാസം എനിക്ക് 4-5 ലക്ഷത്തിന്റെ അടുത്ത് വാഷ് ഔട്ടാ. 2,10 കിട്ടുമ്പോ വാഷ് ഔട്ട് എന്ന് പറഞ്ഞാല് ഒരാഴ്ചയിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുറത്തേക്ക് പോകും. എത്ര വന്നാലും മാച്ചാവും, പക്ഷെ 2,10 കിട്ടും. 4 ആഴ്ചയില്ലേ മാസം? ഉണ്ടോ? ഇല്ലേ. 8,40,000. ഒരാൾക്ക് 3 ഐഡി എടുക്കാം പാൻ കാർഡ് പ്രകാരം. അപ്പം 5,20,000. നിങ്ങളെ വീട്ടിൽ എത്ര ആളുണ്ട്? 4 ആളുണ്ടോ പാൻ കാർഡ് ഉള്ള ആളുകൾ? വീട്ടിലെ കൊച്ചിന് 18 വയസ്സായിക്കോ, പാൻ കാർഡ് എടുക്കാനായിട്ടുണ്ടോ? 4 ആളുണ്ടെങ്കിൽ 1,80,00,000 പോസിബിൾ ആണ്. നിങ്ങൾ കമ്പനിയുടെ വെബ്സൈറ്റ് പോയി നോക്കൂ. 2,10 കണ്ടിന്യൂസ് മേടിക്കുന്ന ആൾക്കാർ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലൊന്നും കണ്ടിന്യൂസ് ആയിട്ടില്ല. അതാ സത്യം. ഇങ്ങനെ മേടിക്കുന്ന കേരളക്കാർ തന്നെ, അതിൽ 1 കോടിയൊക്കെ ക്യാഷ് മേടിച്ച ആൾക്കാർ മാസം മന്ത്ലി വരുമാനമുണ്ട്, റോയൽറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അവിടെയാണ് വീക്ക് ആഫ്റ്റർ പ്രവർത്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ കച്ചവടം, തേങ്ങയുടെ എണ്ണം കൂട്ടണമെങ്കിൽ തെങ്ങിന്റെ എണ്ണം കൂട്ടണം. കടയുടെ എണ്ണം കൂട്ടാണ്ട് ഒരു കടയും വെച്ചിട്ട് 4 മണിക്കൂറും തുടർന്നാൽ ലാഭത്തിന്റെ പരിധിയുണ്ട്. കടയുടെ എണ്ണം കൂട്ടുമ്പം ഏരിയ വിട്ട് ജില്ല വിട്ട് സ്റ്റേറ്റ് വിട്ട് അങ്ങനെ ഇന്റർനാഷണലിലേക്ക് പോവുകയല്ലേ കച്ചവടം. ഇവിടെയോ വാങ്ങുന്ന യൂസ് ചെയ്യുന്ന ടീമെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സെറ്റപ്പ് കോസ്റ്റ് ഉണ്ടോ? ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ വിസ വേണ്ടേ? പൈസ കൊടുക്കണ്ടേ? പാസ്പോർട്ട് എടുക്കണ്ടേ? ചൂട് സഹിക്കണ്ടേ? തണുപ്പ് സഹിക്കണ്ടേ? കുടുംബം ഉണ്ടോ? ചോര നീരാക്കിയിട്ടല്ലേ ക്യാഷ് ഉണ്ടാക്കിയത്? ഇവിടെ സെറ്റപ്പ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. എന്തുകൊണ്ടാ? ടെക്നോളജി. കട കമ്പ്യൂട്ടറാ. ബോസ് ബിസിനസ് ജോലിയിലൊക്കെ ചെയ്യുന്ന ബോസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാലോ. ടൈം ലിമിറ്റ് ഞാൻ പറയണ്ടല്ലോ. 10 മിനിറ്റ് ലേറ്റ് ആയി പോയെന്ന വിഷമം നമുക്കറിയാം, ഏത് ജോലിയിലാണെങ്കിലും. ടാർഗറ്റ് അല്ലേ മാസം 31 ആവുമ്പോ ശരിക്കും മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനൊക്കെ. കല്യാൺ ജ്വല്ലറിന്റെ ഡയമണ്ട് ഒക്കെ അല്ലേ, ഡയമണ്ട് മിനിമം 3 ലക്ഷം 5 ലക്ഷം ഇല്ലെങ്കിലേ മീറ്റിംഗ് നടക്കുമ്പോ അത്ര ടെൻഷൻ ആയിരിക്കും. കിഡ്നി ഉരുകിപ്പോവും. ടാർഗറ്റ് ഒരു സമാധാനം കിട്ടത്തില്ല. ഏരിയ ലിമിറ്റ്. ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്ത വേണമുണ്ട്. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എന്റെ വീട്.
ഏരിയ സൺഡേ മാത്രമേ ലീവ് ഉള്ളൂ, ശനിയാഴ്ച ലീവ് എടുത്ത് വരൂ, ആ ലീവിന് പോലും പൈസ പോകും. ക്വാളിഫിക്കേഷൻ അത് നമുക്ക് പറയണ്ടല്ലോ. എക്സ്പീരിയൻസ്, ഇവിടെ ഒരു സോപ്പ് വിറ്റ പരിചയം വേണ്ട കേട്ടോ. ഇതൊക്കെ മുൻവിധിയാ. ഞാൻ അങ്ങനെ പറയണ്ടേ, ഞാൻ ഇങ്ങനെ പറയണ്ടേ, ഞാൻ അങ്ങനെ പോയി പറയണ്ടേ, എനിക്ക് വയതാവ് കുറവാണ്, ഇതൊക്കെ മുൻവിധിയാ. ഒരു കണ്ടീഷൻ അകത്തില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങളെ മുൻവിധിയാണ്, നിങ്ങളെ ശാപം. മുൻവിധി അറിവില്ലായ്മേന്റെ സന്താനം. വെറുതെ ജഡ്ജ് ചെയ്യരുത്. പ്രത്യേകിച്ച് ടെക്നോളജി. ഇവിടെ നോക്കി അമേരിക്ക കാണാം, നോ റിട്ടയർമെന്റ്, പ്രായം ഒരു വിഷയം ഇതിൻ്റെ അകത്തില്ല. 56 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും വേണ്ട, സർക്കാരിനും വേണ്ട, ആർക്കും വേണ്ട, വീട്ടിൽ കുത്തിരിക്കാൻ പറയും. ഇവിടെ 73 വയസ്സിൽ അമ്മമാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇത്ര ഹാപ്പി ആയിട്ട് ഒരു സന്തോഷം കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. അങ്ങനെ ലെവലിലേക്ക് ബിസിനസ് ചെയ്യുന്നു. നോമിനി ഫെസിലിറ്റി തലമുറയോളം ഇതിന്റെ ഗുണം കിട്ടും. ഒരു തെങ്ങിന്റെ ഗുണം 10-40 വർഷമേ കിട്ടൂ. അത് നട്ട അപ്പൂപ്പനായിരിക്കാം, വെള്ളം കുടിക്കാണ്ട് ഭൂമി നിലനിർത്തിയതാണ് മക്കളെ ഭാഗ്യം. അതുപോലെ ഈ ആശയം വരാൻ പോകുന്ന മക്കളെ ഭാഗ്യമാണ്. അത് ഏറ്റെടുത്ത് പഠിക്കുന്നവർക്ക് ഭാഗ്യമാണ്. ഈ ഒരു ആശയം, ഒരു തീരുമാനമാണ് ഇതിന്റെ ഏറ്റവും വലിയ വിധി നിർണ്ണയിക്കുന്നത്. ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത് 2015 ഓഗസ്റ്റ് 18 ID ഡേറ്റ്. ID ഡേറ്റ് പോലും കളവ് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ഏറ്റവും ഒരു പ്രത്യേകത അതാണ്. ആ ID ഡേറ്റ് ഞാൻ സാധനം ഞാൻ വെള്ളി സാറിൽ എന്നെ കൊണ്ടുവന്ന വ്യക്തി താമരശ്ശേരിയുള്ള വെള്ളി സാറാണ്. സർക്കാർ ജോലി കിട്ടി അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം വിശ്വാസവും ബന്ധം കൊണ്ട് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഗുണവും ദോഷമൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. അതിൻ്റെയൊക്കെ വിഷമം അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത് കേൾക്കാൻ പോയ സമയത്ത്, ഈ പ്രൊഡക്റ്റ് കണ്ട സമയത്ത് എന്റെ മനസ്സ് കംപ്ലീറ്റ് പ്രശ്നമായി. വെൽനസ് ഉൽപ്പന്നങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ മരുന്നായിട്ട് കണ്ടു. 2 വർഷം കളഞ്ഞു. കല്യാൺ ജ്വല്ലറിന്റെ സോണൽ മാനേജർ ആവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, റാങ്ക് ലിസ്റ്റ് ഉള്ള സമയത്താണ് എന്റെ ലീഡറായ വെൽനി സാറ് 2,10,000 മേടിച്ചിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ പറയുന്നു, വിജയിച്ച് കാണിച്ചു തന്നാൽ, കിട്ടുന്നു ബോധിപ്പിച്ചു കൊടുത്താൽ ലക്ഷങ്ങൾ മുടക്കാനും കോടികൾ മുടക്കാനും നിങ്ങൾ നാട്ടുകാരുണ്ട്. കാണിച്ചു കൊടുക്കണം, കിട്ടുന്നു. വിജയിച്ച് കാണിച്ചു കൊടുക്കാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു മേഖലയെ വന്ന് കഷ്ടപ്പെട്ട് വിജയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കഴിവുള്ള പിള്ളേര് വരും. പണ്ട് ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ, ഗൾഫിൽ പോയത് കഷ്ടപ്പെട്ടാലും രക്ഷപ്പെടുന്നുള്ള വിചാരം കൊണ്ടാണ് പോയത്, പ്രതീക്ഷ. അവിടെയാണ് ഈ മേഖലയിൽ ഓരോ ആളുകളും കഷ്ടപ്പെടാൻ തുടങ്ങി, വിജയിക്കാൻ തുടങ്ങി. അതിന് ഉദാഹരണം അക്ബർ ഉസ്താദൊക്കെ. ആ മകൻ അത്രയും വിഷമം അനുഭവിക്കുന്ന സമയത്ത് ദൈവമായിട്ട് കൊണ്ടു കൊടുത്താണ് ഈ അവസരം. അങ്ങനെ ലെവലിലേക്ക് കഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം ഓരോ മാസവും ഇങ്കൊക്കെ അദ്ദേഹം പറയും. ആ ലെവലിലേക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഫുൾ ടൈം ആയിട്ട് 7ാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോൾ ഒരു ഐഡിയിൽ മാത്രം 2 കോടിന്റെ മുകളിൽ വരുമാനം മേടിച്ചു കഴിഞ്ഞു. ഇൻകം ടാക്സ്, GST എല്ലാ മാസവും അടയ്ക്കണം. ഒരു ദിവസം GST അടയ്ക്കുന്നതിൽ മാറിപ്പോയ 50 രൂപ ഫൈന ഓരോ ദിവസത്തേക്കും. GST വണ്ടിയിലായിരുന്നു, വീട്ടിലായിരുന്നു, ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഏറ്റവും സന്തോഷ ദിവസമായിരുന്നു. ഏട്ടന് ഒരു രജിസ്ട്രേഷൻ വീടും സ്ഥലവും മേടിക്കുന്നതിൽ ഞാൻ 10-35 ലക്ഷം മുടക്കിയിട്ട് അതൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് നടന്നത് ഒരു MI ലൈഫാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റവും ഇതിനേറെ പറയുന്നു. മകനെ പോലും കിട്ടിയത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം. ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. അത്ഭുതം എന്ന് പറഞ്ഞ അത്ഭുതമാണ്. ഒരിക്കലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ മനസ്സ് തുറന്നായിരിക്കില്ല കേട്ടുണ്ടാവുക. ഇപ്പൊ സമ്മർദ്ദം കൊണ്ട് കേട്ടതായിരിക്കാം, എന്റെ ഇന്റിമേറ്റ് പിടിച്ചത് കൊണ്ട് കേൾക്കേണ്ടി വന്നു എന്നതാണ്. ഇതിങ്ങനെയല്ല കേൾക്കേണ്ടത്. ഈ പ്ലാറ്റ്ഫോം അല്ല കേൾക്കേണ്ടത്. കമ്പനിയുടെ എല്ലാ ജില്ലകളിലും മീറ്റിംഗ് സെന്റർ ഉണ്ട്. നിങ്ങൾ ലീഡർ സഹായത്തോടു കൂടി പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി കേൾക്കണം. എന്നിട്ട് ഡിസ്കഷൻ നടത്താം. എന്നിട്ട് ഒരു പേസ്റ്റ് പോലും വിശ്വാസമില്ലാണ്ട് ഒരു പേസ്റ്റ് പോലും യൂസ് ചെയ്യരുത്. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറ്റിച്ചിട്ടുണ്ട്, സത്യമാണ്. അതാണ് ഭാഗ്യം. പെട്ടെന്ന് ബോധ്യപ്പെടേണ്ട. അത് ബോധ്യപ്പെടാൻ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന കൺസെപ്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ടീം വർക്കാണ്. ഒരുമിച്ച് നിൽക്കാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ കൺസെപ്റ്റ് സഹായിക്കട്ടെ. ഈ കമ്പനി നിങ്ങൾക്ക് സഹായിക്കട്ടെ. വലിയ മാറ്റം ഉണ്ടാക്കാൻ ഇന്നത്തെ ഈ മീറ്റിംഗ് സഹായിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്ന് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത സത്തക്കുള്ള സാറിനും നമ്മുടെയൊക്കെ നാഷണൽ ടീം കോർഡിനേറ്റർ ഉമർ ഉസ്താദിനും അവരെ എല്ലാം ഫാമിലി ആയിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. സ്നേഹിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ. അങ്ങനെ നമുക്കൊപ്പം വലിയ മാറ്റം ഉണ്ടാക്കാൻ ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. എല്ലാവർക്കും വിജയാശം നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.